ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നത് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്, സിസ്റ്റർ രമ. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ നമുക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ആ സാക്ഷ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിൻ്റെ നാമത്തോട് നിങ്ങളെ അടുപ്പിക്കുന്നത് മുഖാന്തരവുമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്റർ, എന്തൊക്കെയുണ്ട്? കർത്താവിൽ സന്തോഷമായിരിക്കുന്നു? ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ. സാന്നിധ്യത്തിനുള്ളിൽ അല്പസമയം ഇരുന്നു കൊണ്ട് പ്രിയ കർത്താവിൻ്റെ ദാസിയെ ദൈവം നടത്തിയ വിധങ്ങളും അങ്ങയെ കണ്ടുമുട്ടിയ വിധങ്ങളും ഒക്കെ ഷെയർ ചെയ്യുവാനുള്ള എല്ലാ ദൈവകൃപയുടെ ദാസിയുടെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നു കൊടുത്താട്ട് നമ്മുടെ കരങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ അത്ര വലിയവനാണ്. സ്തോത്രം. കർത്താവ് ഹല്ലേലൂയ നമ്മെ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പിനെ ഓർത്താൽ നമുക്ക് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. സ്തോത്ര. പാപത്തിൻ്റെ അന്ധകാരത്തിൽ ആണ്ടുപോയ മാനവജാതിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വില കൊടുത്താൽ ഒരിക്കലും ലഭിക്കുന്നതല്ല. എന്നാൽ കർത്താവ് നമുക്കത് ദാനമായി തന്നു. ആ ദാനമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ്. ഹല്ലേലൂയ. പ്രിയ കർത്താവിൻ്റെ ദാസിക്ക് കർത്താവ് അത് ദാനമായി കൊടുത്തത് അനുഭവിക്കാനുള്ള കൃപ കൊടുത്തു. അതിനെക്കുറിച്ചാണല്ലോ നമ്മളോടിപ്പം ഷെയർ ചെയ്യുന്നത്. ആ സാക്ഷ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മീക അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ ആ കർത്താവിൽ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട ദേവദാസി, ഇപ്പോൾ നമ്മളോടൊപ്പം എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാന് മാവേലിക്കര കൊച്ചാലുമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്, ആലപ്പുഴ ജില്ലയാണ്. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് എനിക്ക് മക്കള് 3 പേരുണ്ട്. അവരെല്ലാം കുടുംബസ്ഥരാണ്. അപ്പൊ 3 പേരും കുടുംബസ്ഥരായും അവരെ അമ്മൂമ്മൊക്കെ മരുമോനും ഒരു മോളുണ്ട്. 10 ഇപ്പൊ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നടുവത്തേത് മോന്, അത് ഞാൻ പറഞ്ഞ സുശേഷയിലാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ ആ മോളും IT ഫീൽഡിലാണ് ജോലി ചെയ്ത ഒരു കുഞ്ഞുണ്ട്. രണ്ടാമത് മോള് ഗർഭിണിയാണ്, വലിയ മോനെ പറയും. പിന്നെ കൊച്ചുമോനാണ് കട്ടപ്പന സെക്ഷനിലെ AG ചർച്ചിലാണ്, ഇടുകാനം എന്ന സ്ഥലത്ത് AG ചർച്ചിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ കുടുംബമായിട്ട്, ആ മോള് നേഴ്സാണ്, എങ്കിലും കുടുംബമായിട്ട് അവര് വർക്ക് ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും സുവിശേഷ വേലയിലായിരിക്കുന്നു. ഓക്കെ. ഏറ്റവും വലിയ വേലയാണല്ലോ കർത്താവിൻ്റെ വേല എന്ന് പറയുന്നത്. കർത്താവിൻ്റെ നാമത്തെ നമ്മൾ അറിയിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേല. ഹല്ലേലൂയ. മാനുഷികമാവുന്ന രീതിയിൽ അതിനൊരു വലിയ പ്രാധാന്യമൊന്നും ലോകം നമുക്ക് കൽപ്പിക്കുന്നില്ലെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ അത് വിലയേറിയതും മാന്യതുമാണ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ കർത്താവിൻ്റെ ദാസിക്ക് ഇനിയും ഞാനുള്ള സമയം നൽകി തരികയാണ്. കർത്താവിനെ കണ്ടുമുട്ടിയതും അങ്ങനെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ ദേവദാസി, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഇരുളിൽ കൈത്താങ്ങായി, മനസ്സിൽ സാന്ത്വനമായി, തടവറയിലും സ്നേഹമായി എന്നെ തേടി നീവും. ഇരുളിൽ കൈത്താങ്ങായി, മനസ്സിൽ സാന്ത്വനമായി, തടവറയിലും സ്നേഹമായി എന്നെ തേടി നീവും. പരിശോധനകൾ നേരിടുമ്പോൾ, പരിഹാസങ്ങൾ ഏറിടുമ്പോൾ, പരിശോധനകൾ നേരിടുമ്പോൾ, പരിഹാസങ്ങൾ ഏറിടുമ്പോൾ, പരമോന്നതനെ നീ
മതി എനിക്കെന്നും ആശ്രയമായി, എനിക്കെന്നും ആശ്വാസമായി. പരമോന്നതനെ നീ മതി എനിക്കെന്നും ആശ്രയമായി, എനിക്കെന്നും ആശ്വാസമായി. ഇരുളിൽ കൈത്താങ്ങായി, മനസ്സിൽ സാന്ത്വനമായി, തടവറയിലും സ്നേഹമായി എന്നെ തേടി നീ വന്നു. ചെങ്കടലിൻ തീരമെത്തിടുമ്പോൾ ഫറവോൻ സൈന്യം പിന്തുടരുമ്പോൾ, ചെങ്കടലിൻ തീരമെത്തിടുമ്പോൾ ഫറവോൻ സൈന്യം പിന്തുടരുമ്പോൾ, പരമോന്നതനെ നീ മതി എനിക്കെന്നും ആശ്രയമായി, എനിക്കെന്നും ആശ്വാസമായി. പരമോന്നതനെ നീ മതി എനിക്കെന്നും ആശ്രയമായി, എനിക്കെന്നും ആശ്വാസമായി. ഇരുളിൽ കൈത്താങ്ങായി, മനസ്സിൽ സാന്ത്വനമായി, തടവറയിലും സ്നേഹമായി എന്നെ തേടി നീ വന്നു, എന്നെ തേടി നീ വന്നു, എന്നെ തേടി നീ വന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് ഞാൻ ജയിലറയുടെ അനുഭവത്തിൽ എനിക്ക് ദൈവം ദാനമായി തന്ന പാട്ടാണ്. അനേക പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അനുഭവത്തിൽ കൂടി 3 പാട്ടുകൾ റെക്കോർഡായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ ദൈവം സഹായിക്കുമ്പോൾ പുറകിൽ ഞാൻ പോകുന്ന ഇടങ്ങളിൽ, ശുശ്രൂഷകൾക്ക് പോകുന്ന ഇടങ്ങളിലൊക്കെ ഞാനത് പാടുകയും താലന്ത് വ്യാപാരം ചെയ്യുകയും ചെയ്യാനായിട്ട് ദൈവം സഹായിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ജോയ്സ് TV-യിലെ എല്ലാ അല്ലെങ്കിൽ സ്തോത്രം പ്രേക്ഷകരെ ഓർത്ത് ഞാൻ സ്തുതി കരയറ്റുന്നു. അതുപോലെ കർത്താവിന്റെ ശ്രേഷ്ഠദാസി ജോയ്സ് TV-യുടെ സ്തോത്രം അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്ന സ്തോത്രം കർത്താവിന്റെ ശ്രേഷ്ഠദാസി റേച്ചൽ മാത്യൂസ് നെയും അതുപോലെ കർത്താവിന്റെ ദാസിനെയും കുഞ്ഞുങ്ങളെയും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം ധാരാളമായി ജോയ്സ് TV അനുഗ്രഹിക്കട്ടെ. അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനെ പടർന്ന് പന്തലിക്കുമാറാകട്ടെ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സഹായിക്കട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ മാവേലിക്കര സ്വദേശിയാണ്. പച്ചാലുമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. എനിക്ക് മുമ്പേ പറഞ്ഞ പോലെ 3 മക്കളുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇത് കർത്താവ് എന്നെ കഷ്ടതയിലൂടെ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ എനിക്ക് കഷ്ടതയിലായത് ഗുണമായി എന്ന് ഹാലലൂയ പറയുവാൻ തക്കണം. പൗലോസ് പറഞ്ഞതുപോലെ മാത്രമേ എനിക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. പ്രിയരെ, അത് എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം കഠിന ശോധനയിലൂടെ ദൈവം എന്നെ വിളിച്ച് വേർതിരിക്കുകയായിരുന്നു. ദൈവത്തിന് വേണ്ടവരെ തീർച്ചയായിട്ടും ദൈവം പല കാര്യങ്ങളിലൂടെയാണ് വേർതിരിക്കുന്നത്, നമുക്കറിയാം. എന്നെ കേൾക്കുന്ന എല്ലാവരും അങ്ങനെ അനുഭവത്തിലൂടെ വന്നിട്ടുള്ളവരാണ്. കർത്താവിന്റെ ദാസിയും അങ്ങനെയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ജീവിതം ഒരുപാട് കഷ്ടങ്ങളിലൂടെ, വേദനകളിലൂടെ, ഭാരങ്ങളിലൂടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പോലെ ഒരു വൻമര എപ്രകാരം ആടി ഉലഞ്ഞ് കാറ്റിൽ വീഴുവാൻ ആകുന്നത് പോലെ
അല്ലെങ്കിൽ എന്റെ ജീവിതം ആടി ഉലഞ്ഞ ഒരു സന്ദർഭമായിരുന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു എന്നെ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ, എന്നെ തേടി വന്നില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഒരുപാട് സങ്കടങ്ങളും വേദനകളും ഇതിലും എനിക്ക് വർദ്ധിക്കേണ്ടി വന്നേനെ. എന്നാൽ ദൈവം എന്റെ കൈ പിടിച്ചത് കൊണ്ട്, എന്നെ സ്നേഹിച്ചത് കൊണ്ട്, പ്രിയ മകളാക്കിയത് കൊണ്ട് ഞാൻ ഇന്നും പ്രിയരെ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കാൻ ദൈവം എന്നെ സഹായിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ജയിലറയുടെ അനുഭവങ്ങൾ കൂടെയാണ് ഞാൻ ആ പാട്ട് എഴുതിയെന്ന്. അത് ഞാൻ പിന്നീട് പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. എന്റെ ചെറുപ്പം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ പ്രിയ പിതാവ്, മാതാവ്, 3 സഹോദരങ്ങളാണ് എനിക്കുള്ളത്. ഞാൻ മാത്രമാണ് പെണ്ണായിട്ടുള്ളത്. പിന്നെ മൂത്ത സഹോദരൻ ഷാർജയിലെ IPCയുടെ പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹം ചെറുപ്പത്തിലെ 8 പഠിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിൽ വന്നതാണ്. തൊട്ടടുത്ത് മിഷണറിമാർ വന്ന് അങ്ങനെ വിശ്വസിച്ച് അദ്ദേഹം 8 പഠിക്കുമ്പോൾ ജഡരക്തങ്ങളോട് ആലോചിക്കാതെ, മാതാപിതാക്കളോട് ആലോചിക്കാതെ പോയി സ്നാനപ്പെട്ട് അദ്ദേഹം ഒരുപാട് വില കൊടുത്ത ഒരു വ്യക്തി ജീവിതമായിരുന്നു. എങ്കിലും എൻ്റെ പ്രിയ പിതാവ് ഭയങ്കര എതിരായിരുന്നത് കൊണ്ട് അദ്ദേഹം ഞങ്ങളോട് കൂടുതൽ സുവിശേഷം പറയാനോ അല്ലെങ്കിൽ കൂടുതൽ സഹകരണത്തിനോ ഒന്നും പറയാം. എന്നാൽ ഒടുവിലെല്ലാം വിവാഹത്തിനായാലും എല്ലാ സഹകരണത്തിനും ഒക്കെ എൻ്റെ പിതാവ് സംബന്ധിച്ചു. എങ്കിലും അദ്ദേഹം ഞങ്ങളോട് സുവിശേഷം പറഞ്ഞിട്ടില്ല. യേശുവിനെ കുറിച്ചൊന്നും പറയുവാനായിട്ടൊരു സന്ദർഭം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ 2 സഹോദരങ്ങൾ, ഒരു സഹോദരന്, ഏറ്റവും ഇളയ സഹോദരൻ മരിച്ചുപോയി. TPM വിശ്വാസത്തിൽ വളരെ തീഷ്ണതയോടെ നിന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയായിരുന്നു. ഞങ്ങളെക്കാളൊക്കെ വളരെ തീഷ്ണതയോടെ നിന്ന ഒരു വ്യക്തി ജീവിതമായിരുന്നു എൻ്റെ ഇളയ സഹോദരന്. പിന്നെ ഞങ്ങൾക്ക് സാധാരണ ഒരു കുടുംബമായിരുന്നു. സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പ്രിയ പിതാവ് എൻ്റെ 14ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. പിന്നീട് അമ്മയാണ് ഞങ്ങളെ വളർത്തിയത്. അമ്മയ്ക്ക് പിന്നെ ഗവൺമെന്റ് ITയിൽ ജോലി ഉണ്ടായിരുന്നു. പപ്പയുടെ ജോലിയാണ് അമ്മയ്ക്ക് കിട്ടിയത്. അങ്ങനെ 2 പേർക്കും ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ പെൻഷനായി. അങ്ങനെയൊക്കെ ആയിരിക്കുന്നു. പക്ഷെ എന്റെ പ്രിയ മാതാവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു, പ്രിയ പിതാവ് മാറ്റപ്പെട്ടു, ഇളയ സഹോദരനും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എന്റെ മാതാവും ലാസ്റ്റില് രക്ഷിക്കപ്പെട്ടിട്ടാണ് മരിച്ചത്. അതുകൊണ്ട് ദൈവം ഇനി എന്താണ് അമ്മയോട് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എങ്കിൽ ദൈവം എൻ്റെ വീടിന്റെ പശ്ചാത്തലം അതാണ്. പിന്നെ ഞാൻ വളർന്നു വന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഹിന്ദു മാർഗത്തിൽ തന്നെ ആയിരുന്നു. എല്ലാ പേര് കേട്ട അമ്പലങ്ങളിലും ഞാൻ കടന്നുപോയി. എൻ്റെ ഒരുപാട് വേദനകളുടെ, പ്രതികൂലങ്ങളുടെ, കൊടുങ്കാറ്റിന്റെ അവസ്ഥയിലൊക്കെ ഞാൻ എല്ലായിടവും പോയി ആശ്രയിച്ചു. പക്ഷെങ്കിൽ എനിക്ക് അവിടെ നിന്നൊന്നും ഒരു രക്ഷ ലഭിക്കുവാൻ ഇടയായി തന്നില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആ അമ്പലങ്ങളിലൊക്കെ നടന്ന ഒരു വ്യക്തിയാണ്. ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു. ദൈവം എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു, തേടി വന്നതാ. മുമ്പേ ആ പാട്ടിൽ പാടിയതുപോലെ ഇരുളിൽ കൈത്താങ്ങായി, പാപത്തിന്റെ ഇരുളിൽ കിടന്ന എന്നെ, എൻ്റെ കുടുംബത്തെയും കൈത്താങ്ങായി എൻ്റെ ദൈവം കൈക്കൊണ്ടു. മനസ്സിൽ സാന്ത്വനമായി ഒരുപാട് തകർച്ചകളുടെ, ഹൃദയ തകർച്ചകൾ, സാമ്പത്തിക തകർച്ചകൾ, നിന്ദകൾ, അപമാനങ്ങൾ, ഒറ്റപ്പെടലുകൾ, എല്ലാ അവസ്ഥയിലും ദൈവം കൈത്താങ്ങായി നിന്നു, സാന്ത്വനമായി നിന്നു. മനസ്സിൽ സാന്ത്വനമായി, തടവറയിൽ സ്നേഹമായി, തടവറയുടെ അനുഭവം ഉണ്ടായപ്പോൾ സ്നേഹമായി കൂടെ നിന്നു. പ്രിയരെ, ഈ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുന്നത് കൊണ്ട് നമുക്ക് ഈ ലോകം തരാത്ത സമാധാനം, സന്തോഷം, അതുപോലെ നമുക്ക് പാപക്ഷമ, അതുപോലെ നിത്യജീവൻ ലഭിക്കുവാൻ ഇടയായിത്തീരും. എൻ്റെ ജീവിതത്തിലും അത് ഞാൻ നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണ്. ഇതൊരിക്കലും ഒരു കെട്ടുകഥയോ അമ്മൂമ്മക്കഥയോ അല്ല. കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ സുവിശേഷം ഒരിക്കലും അതൊരു കെട്ടുകഥയല്ല. ജീവിതത്തിൽ പൂർണ്ണമായ ഒരു അനുഭവത്തിലൂടെ ഏതൊരു വ്യക്തിയും കർത്താവ് യേശുക്രിസ്തുവിനെ അറിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് പോകാനിടയായിത്തീരും. ജീവനുള്ള ഒരു സത്യ ദൈവമാണ് കർത്താവ് യേശുക്രിസ്തു. എന്നെ സ്നേഹിച്ച്, എൻ്റെ കുടുംബത്തെ സ്നേഹിച്ച് എന്നെ തേടി വന്നത് കൊണ്ടാണ് പ്രിയരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുവാൻ, ഇങ്ങനെ ആയിത്തീരുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് എൻ്റെ വിവാഹവും അങ്ങനെ തന്നെ ഹിന്ദു മാർഗത്തിൽ തന്നെ ഉള്ള ഒരു വ്യക്തിയുമായിട്ടാണ് വിവാഹം നടന്നത്. 16ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം നടന്നത്. അദ്ദേഹം കമ്പനിയില് ഇന്ത്യക്ക്, കേരളത്തിന് വെളിയിലുള്ള ഒട്ടുമിക്ക എല്ലാ സ്റ്റേറ്റുകളിലെയും കമ്പനികളിലെ കോൺട്രാക്ട് വർക്കുമായിട്ടൊക്കെയാണ് ആദ്യമേ വിവാഹം ചെയ്യുമ്പോൾ അങ്ങനെ ആയിരുന്നു. അങ്ങനെ വിവാഹം 16ാമത്തെ വയസ്സിലായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഇതുപോലെയുള്ള അദ്ദേഹം പോയ സ്ഥലങ്ങളിലൊക്കെ പോയി താമസിക്കുകയും കൂടെ ജീവിക്കുകയും ഒക്കെ ചെയ്തു. 13 വർഷം അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ ഇടയായി തീർന്നു. എന്നാൽ തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു അദ്ദേഹം. പിന്നീട് ഇപ്പൊ ആദ്യമേ ഇങ്ങനെ കോൺട്രാക്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഷിപ്പിൽ ജോലി കിട്ടി.
അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒന്നിനും കുറവില്ലാത്ത ഒരവസ്ഥയായിരുന്നു. വളരെയധികം സന്തോഷവും ഒക്കെ എൻ്റെ ജീവിതത്തിൽ വരാൻ എന്തോ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ പോയപ്പോൾ സന്തോഷം പോയി, സമാധാനം പോയി, എല്ലാം ഉണ്ട്. വസ്തുവകളുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്, ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, ഒന്നിനും കുറവില്ല. പക്ഷേ ഒന്ന് മാത്രമില്ലായിരുന്നു, സമാധാനം. ആ സമാധാനത്തിന് ഹല്ലേലൂയ സ്തോത്രം, സമാധാനം ലഭിച്ചത് കർത്താവിൽ വന്നതിന് ശേഷമാണ് സമാധാനം എന്താണെന്ന് അറിയുന്നത്. എന്നാൽ പ്രിയരെ, തികഞ്ഞൊരു മദ്യപാനി എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നത് പോലെ രാപ്പകൽ മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ കൂടെ ജീവിച്ചു. എന്നാ ഞാനതെല്ലാം സഹിപ്പാൻ ഇടയായി തീർന്നു. എങ്ങനെ അതൊക്കെ സഹിച്ചു എന്ന് ഇന്ന് എനിക്ക് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. അല്ല, ചിന്തിക്കുമ്പോൾ ഞാൻ അതിശയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വേദന തോന്നാറുണ്ട്. അതിൽ കൂടെ ഒക്കെ കടന്നു പോയല്ലോ. എങ്കിലും കർത്താവിന്റെ കൈപിടിച്ചത് കൊണ്ടാണ് ആത്മഹത്യയിലേക്കോ മറ്റുള്ള ഭ്രാന്തിയായി തീരാതെ ഒരുപക്ഷെ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും മനോരോഗിയായിട്ട് റോഡുകൾ തോറും അലയേണ്ടതോ അല്ലെങ്കിൽ സെല്ലിൽ അടയ്ക്കപ്പെടേണ്ടതോ ആയ സന്ദർഭങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം അവിടേക്ക് ദൈവം സൂക്ഷിച്ചു പരിപാലിച്ചു, ഞങ്ങളെ കൈക്കൊണ്ടു. അങ്ങനെ ഇദ്ദേഹം വളരെ മദ്യപിച്ചു കഴിയുമ്പോൾ വേറൊരു വ്യക്തിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വളരെ ഉപദ്രവിക്കുമായിരുന്നു. ഉപദ്രവം എന്ന് പറയുമ്പോൾ അടിക്കുന്നത് ഒരു മുറിയിലേക്ക് പിടിച്ച് അടച്ചിട്ടിട്ട് എനിക്ക് ബോധം കെടുന്നവരെയാണ് അടിക്കുന്നത്. അതുപോലെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് ഭിത്തിക്കിടിക്കുക. അതുപോലെ എത്രയോ പല തവണകൾ എൻ്റെ കഴുത്തിൽ കൂടി സാരി ചുറ്റി വലിച്ച് കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. വലിയ വീടാണ്. ആ വീടിന് ചുറ്റും സാരി ചുറ്റി വലിച്ച് ചുറ്റിനും വലിച്ചിട്ടുണ്ട്, വലിച്ച് ചുറ്റിനും കൊണ്ട് നടന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് തവണയും എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ അടിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാല് മടക്കിയൊക്കെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഈ മുഖത്തൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മൂക്കിൽ കൂടി വായിൽ കൂടിയൊക്കെ ബ്ലഡ് വന്നിട്ടുണ്ട്. ഇവിടെ രണ്ടായിട്ട് മുറിഞ്ഞിട്ട് സ്റ്റിച്ചിടേണ്ട അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. എന്നാൽ അതെല്ലാം കുഞ്ഞുങ്ങളൊക്കെ തടസ്സം പിടിക്കാൻ വന്നാൽ അവരെയൊക്കെ എടുത്ത് എറിയുമായിരുന്നു. അങ്ങനെ ഒരു പൈശാചിക ശക്തിയുടെ വിഷയം പോലെ ഒരുപാട് ഞങ്ങൾക്ക് സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. എന്നാൽ ഇതെല്ലാം സഹിക്കുവാനിടയായിരുന്നു. അതിനേക്കാൾ ഉപരിയായി ഞങ്ങൾ കർണാടകത്തിലായിരിക്കുമ്പോൾ ഒരിക്കല് ഈ കുഞ്ഞുങ്ങൾ, അദ്ദേഹം ജോലിക്ക് പോയി. വൈകിട്ട് ഞങ്ങൾ വരുന്നത് കാത്തിരുന്ന്. കൊച്ചു കുഞ്ഞുങ്ങളാ. മോളാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നു. അതിന് നടുവത്തെ മോനാണെങ്കിൽ LKG. ഏറ്റവും ഇളയാള് കൈക്കുഞ്ഞാണ്, 1 മാസമേ ഉള്ളൂ. ആ പ്രായത്തിൽ എനിക്കൊന്ന് 23 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ആ സമയത്താണ് ഇദ്ദേഹം ജോലിക്ക് പോയി. പിന്നീട് തിരിച്ചു വന്നില്ല. തിരിച്ചു വരാതെ വൈകിട്ട് വരാതിരുന്നു. അർദ്ധരാത്രിയായിട്ട് ആളെ കാണാതിരുന്നു. വേദനപ്പെട്ടു. കുഞ്ഞുങ്ങളുമായിട്ട് രാത്രി മുഴുവൻ ഇരുന്ന് കരയാനിടയായി തീർന്നു. അങ്ങനെ നേരം വെളുത്തപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത്, ഞങ്ങൾ കർണാടകത്തിൽ ഞങ്ങൾ അടുത്ത് താമസിക്കുന്നതിനടുത്ത് 3 മലയാളി കുടുംബമുണ്ട്. അവർ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ, പരസ്പര സ്നേഹത്തോടും ഒരു വീട്ടുകാരെ പോലെ കഴിയുന്നതാണ്. ഓടിച്ചെന്ന് രാവിലെ അവരോട് പറയുമ്പോൾ അവരും അവിടെ എല്ലാം ഇങ്ങനെ തിരക്കി നടന്നു. പക്ഷെങ്കിൽ എങ്ങും ആൾ എന്ത് ചെയ്യുന്നു യാതൊരു വിവരവും ഇല്ല. എന്നാൽ ഞാൻ വളരെ കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ഒക്കെ, അന്ന് യേശുവിനെ അറിഞ്ഞിട്ടില്ല. പക്ഷെ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്ത ദൈവം അന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള വിഷയം നമ്മൾ പിൽക്കാലത്താണ് അറിയാനിടയായിട്ടുള്ളത്. ആദ്യം നമുക്കതൊന്നും മനസ്സിലായില്ല. പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അന്ന് ചെറുപ്പക്കാരി ഒരു പെണ്ണാണ്. അങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ ഒരു അന്യനാട്ടിലാണ്, അന്യ സ്ഥലത്താണ്, ഭാഷ പോലും ശരിക്കറിയില്ല. അങ്ങനെ ആകുമ്പോൾ എന്തെല്ലാം സംഭവിക്കാം. എന്നാൽ അവിടെ ഒന്നും സംഭവിക്കാതെ ദൈവം സൂക്ഷിച്ചു. അതാണ് ഏറ്റവും വലിയ മഹത്വം ദൈവത്തെ കുറിച്ച് പറയാനുള്ളത്. ആ മലയാളികളുടെ അവരുടെ കൂട്ടത്തിൽ ഞാൻ 2 ആഴ്ച താമസിച്ചു. അത് കഴിഞ്ഞ് അവരുടെ സഹായത്താൽ അവര് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ അവർ കൊണ്ടുവിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് അവരെ എന്നെ കൈകൈ കൊള്ളാവുന്ന സാധനങ്ങളും ഒക്കെ എടുത്ത്, 3 പിഞ്ചു കുഞ്ഞുങ്ങളാണല്ലോ കൂടെ, അവരുമുണ്ട്. അങ്ങനെ റിസർവേഷൻ പോലും ഇല്ലാതെ അവർ വളരെ ഒത്തിരി സഹായം ചെയ്തു. ഞാൻ പറയാണ്, കർത്താവെ, അവരെ ഒത്തിരി നാളായി കണ്ടിട്ട് അവരുടെ യാതൊരു അഡ്രസ്സും ഇല്ല, വിവരവും ഇല്ല. എന്നാൽ അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പൊ എന്നെ അങ്ങനെ വിട്ട് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിലൊന്നും ഞാൻ പറയാറില്ല, ഒരു വിഷയവും പറഞ്ഞില്ല. എന്നാൽ 2 മാസം കഴിഞ്ഞ് ലെറ്റർ വന്നു. ഞാൻ ബോംബെയിലാണ്, എനിക്ക് ഷിപ്പിൽ ജോലി കിട്ടി, ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീട്ടിലൊന്നും ആരോടും പറയാതെ ഞാൻ ഇദ്ദേഹത്തെ 2ാമത് സ്വീകരിച്ചു. പ്രിയരെ, അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഷിപ്പ് ജോലി കിട്ടി. വീണ്ടും 6 മാസം കടലും 6 മാസം കരയില് ഇഷ്ടംപോലെ മദ്യം കൊണ്ടുവരും. അത് കഴിഞ്ഞ് ബാങ്ക് ബാലൻസ് എല്ലാം തീർക്കും. കൂട്ടുകാർ കൂടി കുടിക്കും. നമ്മൾ പറയുമ്പോഴൊക്കെ ഇതുപോലെ അടിയും തൊഴിയും, കുഞ്ഞുങ്ങളെ എടുത്തെറിയുക, വെച്ച ആഹാര സാധനങ്ങളെല്ലാം എടുത്തെറിയുക, ഇങ്ങനെയുള്ള ഒത്തിരിയും കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. എല്ലാം സഹിച്ചും ക്ഷമിച്ചും കണ്ണുനീരോടെ ആയിരുന്നു. എന്നാൽ പ്രിയരെ, വളരെയധികം കഷ്ടതയുടെ പ്രയാസങ്ങളിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ, അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഞങ്ങള് ഫരീദാബാദിലെ ട്രെയിനിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ട്രെയിനിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ
പുറത്തു നിന്നും ട്രെയിന് ഫരീദാബാദ് സ്റ്റേഷനിലേക്ക് അടുത്തപ്പോ ഇറങ്ങാറായപ്പോ എന്നോട് പറഞ്ഞു നീ വാതുക്കെ പോയി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ വാതുക്കെ പോയി ഞാൻ നിന്ന് ബാഗും ഒക്കെ ലഗേജും ഒക്കെ എടുത്ത് ബാഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു നീ ഇവിടെ നിൽക്കും, ഇപ്പൊ വണ്ടി അടുത്ത് സ്റ്റേഷനിൽ ഇറങ്ങാം നമുക്കെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു 5 അവിടെ ഒന്നും ആരുമില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്തു നിന്ന് ആഞ്ഞൊരു തള്ളലുണ്ടായി. ഞാൻ അപ്പോഴത്തേക്ക് ദൈവത്തിന്റെ കൃപയാൽ പ്ലാറ്റ്ഫോമിലേക്ക് ചെന്ന് കയറി ട്രെയിന്. അപ്പോഴെന്നെ പുറത്തേക്ക് പിടിച്ചു തള്ളി. ഞാൻ കർത്താവിന്റെ ദൂതന്മാർ കല്ലിൽ തട്ടി പോകാതിരിക്കാൻ ദൂതന്മാർ കൈകളിൽ വഹിച്ചുകൊള്ളുമെന്നുള്ള ആ വചനം എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവിന്റെ ദൂതന്മാർ, എന്റെ കർത്താവ് തന്നെ അവിടെ എന്നെ ഒരു തൊട്ടി പോലെ, എന്നെ ഒരു തൊട്ടിൽ ഒരു കുഞ്ഞിനെ എടുത്തിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്നെ അവിടെ താങ്ങുവാനിടയായി തീർന്നു. പ്രിയരെ, ഓർക്കണമേ, ഇന്ന് ട്രെയിനിൽ നിന്ന് താഴെ വീഴുമ്പോൾ എങ്ങനെയാണ്, എപ്രകാരമാണ്? ഒന്നുകിൽ അതിന്റെ ഇടയിലേക്ക് പോയി അപ്പോഴേ മരണം സംഭവിക്കാം, ദൂരേക്ക് തെറിച്ച് വീണ കാൽകൈകൾ ഒടിയാം, തകരാം, അസ്ഥികൾ പൊട്ടാം. ഇതൊന്നും എനിക്കുണ്ടായില്ല. എന്റെ മുട്ടു മാത്രം ചെന്ന് അടിച്ച് നല്ല വേദന ഉണ്ടായി എന്നുള്ളതല്ലാതെ ഇദ്ദേഹം അപ്പോഴും എന്റെ അടുക്കൽ ഓടി വന്ന് നീ എന്തിനാ ഇങ്ങനെ ആയത്, ആരാ അതിനെ തെള്ളിയിട്ടത് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോഴും എനിക്ക് ഒരിക്കലും ഒരു അവിശ്വാസം ഇദ്ദേഹത്തിൽ ഉണ്ടായില്ല. ഇദ്ദേഹമാണ് എന്നെ പുറത്തു നിന്ന് പിടിച്ചു തള്ളി കൊല്ലാൻ ശ്രമിച്ചതെന്നുള്ള വിഷയം പ്രിയരെ എനിക്കറിയത്തില്ലായിരുന്നു. എന്നാൽ 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു കല്യാണ വീട്ടിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു റിലേഷൻ, ഒരു പയ്യന് അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ട്രെയിനില്, അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുക. എന്റെ പുറകിൽ ആരുമില്ലായിരുന്നു. ഇദ്ദേഹം ഓടി വന്ന് എന്നെ പുറത്തേക്ക് പിടിച്ചു തള്ളുന്നത് ആ മോൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ മോനെ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, മോളെ അവനീ എന്ന് വന്നാൽ എന്റെ മോനെ അവനെ നീ കൂടുതൽ വിശ്വസിക്കരുത്, നിന്നെ എപ്പോ വേണേലും കൊല്ല എന്നിങ്ങനെ പറയാനിടയായത്. എന്നാൽ പ്രിയരെ, എത്രയോ തവണകൾ കൊല്ലാനും അല്ലെങ്കിൽ സാരി മുറുകെ ചുറ്റി കൊല്ലാനും അത് ട്രെയിനിൽ നിന്ന് പിടിച്ചു തള്ളി കർണാടകത്തിൽ ഇട്ടിട്ട് പോകുന്നു കുഞ്ഞുങ്ങളെ എന്നെ ആയിട്ട്. എന്നാൽ പ്രിയരെ, അവിടെ ഒന്നും എന്നെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. എന്റെ കഴിവല്ല, സർവശക്തനായ ദൈവം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, എന്നെ രക്ഷിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഹാലേലൂയ, സ്തോത്രം. അങ്ങനെ ഒരുപാട് ദുരിതങ്ങളോട് അങ്ങനെ വന്ന് ഒരുപാട് കഷ്ടങ്ങളോടെ പോകുമ്പോഴാണ് ഇദ്ദേഹം 93-ല് ലക്ഷങ്ങൾ കടമാക്കിയിട്ട് എന്റെ മക്കളെ ഉപേക്ഷിച്ച് നാട് വിട്ടു പോകാനിടയായി തീർന്നു. വളരെ കഷ്ടങ്ങളിലൂടെ, പിന്നെ വേദനകളിലൂടെ, തിരമാലകൾ പോലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. പ്രിയരെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആൾക്കാരെല്ലാം, കടക്കാരൊക്കെ വന്ന് എന്നോട് പ്രശ്നം ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി. അവർ കൊണ്ടുപോയി കേസ് കൊടുത്തു. ഈ കടത്തിന്റെ പേരിൽ 6 കേസുകൾ എന്റെ പേരിൽ നിലവിൽ വന്നു. അങ്ങനെ ഒരു കേസ് ചെക്ക് കേസാണ്, ബാക്കി 5 കേസ് സാധാരണ സിവിൽ കേസാണ്. അത് നമ്മുടെ വീടും വസ്തുവും കൂടെ ജപ്തി ആയപ്പോൾ ഒരു ദിവസം അത് വീടും വസ്തുവും ജപ്തിയായി. അപ്പോൾ ആ 2-3 കടങ്ങൾ അങ്ങനെ അങ്ങ് പോയി. പിന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ വിറ്റ്, ആഭരണങ്ങൾ വിറ്റ്, അങ്ങനെ കുറെ കടങ്ങൾ വീഴ്ത്തി. പിന്നെ കുറച്ച് വസ്തു വേറെ ഉണ്ടെന്ന് അതൊക്കെ വിറ്റ് കടങ്ങൾ വീഴ്ത്തി. ഇങ്ങനെ ആ കടങ്ങളൊക്കെ അങ്ങനെ. പക്ഷെ ഇദ്ദേഹം ഈ കടങ്ങളെല്ലാം വരുത്തി ഇത്രയും പ്രശ്നങ്ങളാക്കി. എനിക്കതിനെ പോലീസുകാരെ ദൂരെ കണ്ടാ പേടിക്കുന്ന ഞാന് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാനിടയായി തീർന്നു, കോടതിയിൽ കയറി ഇറങ്ങാനിടയായി. ഈ ഒരു കേസ് പോയി പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അടുത്ത കേസ് ഇതിന്റെ പേപ്പർ ഇവിടെ വന്നു കഴിയും. കുഞ്ഞുങ്ങളെ നോക്കാൻ സമയമില്ല, അവരെ പഠിപ്പിക്കണം, ഈ കേസുകൾ പറയണം, അതിന് പൈസ കണ്ടെത്തണം. എന്റെ പ്രിയ മാതാവ് എന്നെ 10 വർഷം എന്റെ അമ്മ എന്റെ മക്കളെയും പോറ്റി പുലർത്തുവാൻ ഇടയായി തീർന്നു. എന്നാൽ അമ്മയ്ക്ക് ഈ കടഭാരങ്ങൾ വീട്ടാനൊന്നും പറ്റത്തില്ലായിരുന്നു, എന്റെ സഹോദരന്മാർക്ക് പറ്റത്തില്ലായിരുന്നു. അതുപോലുള്ള അധികമായ കടങ്ങളായിരുന്നു. എന്നാൽ പ്രിയരെ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം അവിടെയും ഓരോ സന്ദർഭങ്ങളിലും ദൈവം നമ്മളെ സൂക്ഷിച്ചു പരിപാലിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ആ കടങ്ങളും കാര്യങ്ങളും അങ്ങനെ ആൾക്കാരുടെ ബുദ്ധിമുട്ടിക്കല്, കേസ് പറയണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, വല്ലാത്ത ഒരു അവസ്ഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ഒരു വീട്ടില് എന്റെ ദൈവം കഴിഞ്ഞാൽ, എന്റെ പ്രിയ മാതാവ് കഴിഞ്ഞാൽ, എന്റെ സഹോദരങ്ങൾ കഴിഞ്ഞാൽ, പിന്നെ ഞങ്ങളെ സഹായിച്ചൊരു കുടുംബമുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്തൊരു വീട്. അവരെ ഹിന്ദു മാർഗത്തിലുള്ള കുഞ്ഞുങ്ങളായി എത്ര സ്നേഹത്തോടെ, സത്യം പറഞ്ഞ ഞാൻ ആത്മഹത്യ ചെയ്യാതിരുന്നത് അവരുടെയൊക്കെ സ്നേഹമായിരുന്നു. അവരെയും ദൈവം ഇത്തരണത്തിൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പോൾ പ്രിയരെ, മറ്റെല്ലാവരും ചിന്തിക്കുന്ന പോലെ ഒരു സഹോദരന് പോലും ഇത് സഹിക്കാൻ പറ്റാത്ത, ഇതിനെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത സന്ദർഭം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു മരിക്കാം, ഇനി അത് മാത്രമേ മുന്നിലുള്ളൂ. കാരണം ഒറ്റപ്പെടല്, അപമാനം താങ്ങാൻ വയ്യ, മനുഷ്യരുടെ ബഹളം, കേസ് പറയണം, 6 കേസുകള്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. വല്ലാത്ത അവസ്ഥയിൽ വന്നപ്പോ ഞാൻ ഓർത്തു കുഞ്ഞുങ്ങളുമായി മരിക്കാൻ. തൊട്ടടുത്ത് റെയിൽവേ പാളമുണ്ട്. ഇതൊക്കെ ഞാൻ ചിന്തിക്കുക. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയപ്പോൾ ഞാനിങ്ങനെ പൂജാമുറിയിൽ ഇരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. കേൾക്കണമോ പ്രിയരെ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന 3 പ്രാവശ്യം എനിക്ക് ശബ്ദം കേൾക്കുവാൻ ഇടയായി തീർന്നു.
അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് ഒന്നും അറിയില്ല. പക്ഷെ വീട് ജപ്തിയാകാൻ പേപ്പർ വന്ന് കിടക്കുന്നു, ഞാൻ മരണത്തിന്റെ വിഷയം ചിന്തിക്കുന്നു. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നത് കൊണ്ട് ഞാൻ വലിയവായിൽ കരയാൻ തുടങ്ങി. ഞാൻ ശരിക്കും കരഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. കരഞ്ഞു, നന്നായി ഏങ്ങി കരയാൻ തുടങ്ങി. ആ കരച്ചിലിനിടയിൽ ഞാൻ കാണുന്നത്, ഞാൻ ഇരുന്ന മുറിയിലേക്ക് വളരെ വലിയ 10,000 സൂര്യൻ ഉദിച്ചു വരുന്ന പോലുള്ള പ്രകാശം ആ മുറിയിൽ നിറയുവാനിടയായി തീർന്നു. പ്രിയരെ, ആ പ്രകാശത്തിന്റെ നടുവിലെ കർത്താവ് യേശുക്രിസ്തുവും ദൂതന്മാരും ഹല്ലേലൂയ സ്തോത്രം താഴേക്ക് ഇറങ്ങി വന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ മരിക്കേണ്ട, ഞാൻ നിനക്ക് സഹായകനാണ്, ഞാൻ നിന്റെ ദൈവമാണ് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ സെക്കൻഡുകൾക്കുള്ളിൽ ഇത് മുകളിലേക്ക് പോയി. ഞാൻ വല്ലാതെ ഇതായി ഭയന്ന്, എന്താ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ദൈവമേ, ക്രിസ്ത്യാനികളുടെ ദൈവം എനിക്ക് പ്രത്യക്ഷമായി. ഞാൻ അങ്ങനെയാ ചിന്തിച്ചിരുന്നേ, അല്ല യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമാണെന്ന്. എന്നാൽ പ്രിയരെ, അല്ല, സകല മാനവജാതികൾക്കും വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ യാഗമായത്. ആ രക്തമൊഴുക്കിയത് എല്ലാവരും അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരെയും മക്കളാകുവാൻ അവകാശം കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. കർത്താവ് യേശുക്രിസ്തു ഒരിക്കലും നമ്മളെ തള്ളിക്കളയത്തില്ല. അങ്ങനെ ആ സ്വർഗീയ ദർശനം എനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയരെ, ഞാൻ എന്റെ ശരീരത്തിലേക്ക് എന്തോ ഒരു ശക്തി വന്ന് നിറഞ്ഞു. ഞാൻ ആ മുറി മുഴുവൻ ശക്തിയോടെ നീന്തുവാൻ തുടങ്ങി. എനിക്ക് എന്താണ് സംഭവിക്കുന്ന അറിയത്തില്ല. എനിക്ക് സുബോധം വന്നിരിക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, കർത്താവ്, എനിക്കൊരു സ്വർഗീയ ദർശനം ലഭിച്ചു എന്ന്. ഞാൻ പക്ഷേ ഒരു 3 വയസ്സാണോ 4 വയസ്സാണോ ഉള്ളപ്പോഴേ കർത്താവ് യേശുക്രിസ്തു ആകാശമണ്ഡലത്തില് ഇങ്ങനെ പ്രകാശത്തിന് നടുവിൽ ഈ തലയുടെ ഈ കഴുത്തിന് മുകളിൽ ഭാഗമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ പ്രകാശത്തിന് നടുവിൽ നിൽക്കുന്നതായിട്ട് ഞാനൊരു സ്വർഗീയ ദർശനം കാണാൻ ഇടയായി തീർന്നു. അന്ന് കൊച്ചു കുഞ്ഞ. അതുപോലെ എന്റെ പ്രിയ പിതാവ് മരിക്കുമ്പോൾ, ആ മരണത്തിന് തൊട്ട് മുമ്പ് മരിച്ചു എന്ന് ഡോക്ടർ വന്ന് പറയുമ്പോൾ എന്റെ മുന്നിൽ ഡെഡ് ബോഡി അല്ലെങ്കിൽ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ഒരു ദർശനം ലഭിക്കാനിടയായി. അത് മാത്രമാണ് എനിക്ക് യേശുവിനെ അറിയുന്നതിന് മുമ്പുള്ള കാര്യമുള്ളത്. അങ്ങനെ വളരെയധികം പ്രയാസങ്ങളിലൂടെ ആ ഒരു ദർശനമൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇങ്ങനെ എനിക്ക് സ്വർഗീയ ദർശനം ലഭിച്ചതിന് ശേഷവും പ്രിയരെ, ഞാൻ അമ്പലത്തിൽ പോവുകയും എനിക്കാരും പറഞ്ഞു തരാനില്ല. എന്നാൽ ഒരു ദിവസം എന്റെ മോനെയും കൊണ്ട്, എന്റെ വലിയ മോനെ വയറ്റുവേനയായി ഹോസ്പിറ്റലിൽ പോയി. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ക്രിസ്തീയ ഗാനം എനിക്ക് അന്നും ഇഷ്ടമാണ്. തൊട്ടടുത്ത് പോട്ട ഡിവൈനിന്റെ ധ്യാനം നടക്കുന്നു. ഞാൻ അവിടേക്ക് കുഞ്ഞിനെ പിടിച്ചോണ്ട് പോയി അവിടെ പോയി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും അവരോടൊപ്പം ഇരിക്കുകയും ചെയ്തപ്പോൾ കുഞ്ഞിന്റെ രോഗമൊക്കെ മാറി. ഞങ്ങൾ അവിടുന്ന് ബ്രെഡും വെള്ളമൊക്കെ കിട്ടി കഴിച്ചു. പിറ്റേ ദിവസം ഉണ്ടായിരുന്നു ധ്യാനം. അങ്ങനെ പിന്നെ വേറെ ഇവരുടെ എല്ലാ സ്ഥലത്തും എല്ലാ വർഷവും അങ്ങനെ ഒരു 2-3 വർഷം ഞാൻ അങ്ങനെ പോകാനിടയായിരുന്നു. പ്രിയരെ, യേശു എന്തിനാണ് ലോകത്തിൽ വന്നത്? പാപികളെ രക്ഷിപ്പാനാണ് കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ യാഗമായതെന്നും എന്തിനാണ് ലോകത്തിൽ വന്നതെന്ന്, യേശു ആരാണെന്നും എന്താണെന്നും ഒക്കെ അന്ന് അവരിലൂടെ ആദ്യ പാഠങ്ങൾ എനിക്ക് പഠിക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയരെ, പിന്നീടാണ് ഞാൻ യേശുക്രിസ്തു പിന്നെ യഥാർത്ഥമായി സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനും അതുപോലെ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോകുവാനും ഒക്കെ ഇടയായി തീർന്നത്. അങ്ങനെ പ്രിയരെ, ഇവിടെ നിന്ന് ഞാൻ ഈ സ്വർഗീയ ദർശനം ലഭിച്ചു. അവിടെ നിന്ന് പിന്നെ അങ്ങനെ യേശുവിൽ വിശ്വസിച്ചു. അത് കഴിഞ്ഞുടനെയാണ് ഞങ്ങളുടെ, ഞാൻ പറഞ്ഞല്ലോ, ആ ചെക്ക് കേസ്, ഒരു ചെക്ക് കേസ് ഉണ്ടായിരുന്നു. 6 കേസിനുള്ള ചെക്ക് കേസ് ഉണ്ടായിരുന്നു. ആ ചെക്ക് കേസ് എനിക്ക് ചെങ്ങന്നൂർ കോടതിയിൽ വിധിയായത് 10,000 രൂപയും 1 മാസത്തെ ജയിൽ ശിക്ഷയുമാണ്. അങ്ങനെ അത് അവിടെ വല്ലാതെ വിഷമത്തിലിരിക്കുമ്പോൾ അത് ഞങ്ങൾ അപ്പീൽ കൊടുത്തു, മാവേലിക്കര കോടതിയിലേക്ക് കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ വീടും വസ്തുവും കൂടെ ജപ്തിയാകുന്നത്. ആ ജപ്തി നടക്കുമ്പോൾ പ്രിയരെ ഓർക്കണമേ, ഞാനും എന്റെ കുഞ്ഞുങ്ങളും പുറത്ത് നിൽക്കുകയാണ്. പുറത്തിറക്കി നിർത്തി ആ ജപ്തി നടക്കുമ്പോൾ പ്രിയരെ ആരും സഹായത്തിനില്ല. അന്ന് ഹല്ലേലൂയ മാതാവായി, പിതാവായി, നല്ല സഹോദരനായി, ഉറ്റ സഖിയായി ഹല്ലേലൂയ സ്തോത്രം കർത്താവ് ഞങ്ങളെ കൈക്കൊണ്ടു. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾക്കാരും ഹല്ലേലൂയ പറഞ്ഞു തരുവാനോ ആരും ഞങ്ങളെ സഹായിക്കുവാനോ ഇല്ല. ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. എന്റെ വലിയ മോള് അന്ന് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവിടെ ഹോൾ ടിക്കറ്റ് ഹല്ലേലൂയ ആ മുറിക്കകത്ത് ഇരിക്കുകയാ. ജപ്തി നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ മകള് വലിയവായി കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞു, എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല, എന്റെ പേപ്പർ അതിനകത്ത് ഇരിക്കുക. എന്റെ ആങ്ങളെ പോയി, എന്റെ ഉപ്പാപ്പന്റെ മകൻ പോയി ഓടിച്ചെന്ന് പറഞ്ഞു, പിന്നെ പോലീസുകാരോട് പറഞ്ഞു എന്റെ കുഞ്ഞിന്റെ പിന്നെ ഹോൾ ടിക്കറ്റ് ഇതിനകത്ത് ഇരിക്കുക എന്ന് പറഞ്ഞു. പിന്നെ അവർ സമ്മതിച്ചു, സാർമാർ സമ്മതിച്ചു, പോയി എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു. പ്രിയരെ ഓർക്കണമേ, ഹല്ലേലൂയ, ഈ 3 പിഞ്ചു കുഞ്ഞുങ്ങളും ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയും പുറത്തു നിന്ന് നിലവിളിച്ച് കരയുമ്പോൾ ആരും രക്ഷിക്കാനില്ലായിരുന്നു.
കോടതി രക്ഷിക്കാനില്ലായിരുന്നു. കോടതി അവരെ കുറിച്ച് ചിന്തിച്ചു പോലുമില്ല. പ്രിയരെ, എന്നാൽ എന്റെ പ്രിയ മാതാവ് എന്റെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ആയിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ വിശ്വാസത്തിൽ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് ആദ്യമേ പോയത് ചെറിയനാട് പോൾ സുരേന്ദ്രൻ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസന്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് പോയി. അങ്ങനെ വീട് ജപ്തിയായി പോയി. അങ്ങനെ എന്റെ അമ്മ വിളിച്ചുകൊണ്ട് എന്റെ കുടുംബത്തിൽ കൊണ്ടുപോയി. അങ്ങനെ പോൾ സുരേന്ദ്രൻ എന്ന് പറയുന്ന പാസ്റ്റർ അടുക്ക പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ കുറച്ച് നാള് പോയി കേട്ടപ്പോ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു കൂട്ടായ്മ AGയുടെ ജോസൂട്ടി പാസ്റ്ററും ഷേർലി അമ്മാമ്മയും വന്നു. അങ്ങനെ അവിടേക്ക് ഞങ്ങൾ ആ കൂട്ടായ്മയ്ക്ക് പോയി. ഈ പാസ്റ്റർ സമ്മതിച്ചിട്ട് തന്നെയാണ് പോയത്. നിങ്ങൾക്ക് അടുത്താണല്ലോ, ഇത്ര ദൂരം വരണ്ട എന്ന് പറഞ്ഞ് പോകാൻ അങ്ങനെ പോയി. അവിടെ ചെന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ കൂടി അങ്ങനെ പോയി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടുകാരറിയാതെ തന്നെ ഞങ്ങൾ സ്നാനപ്പെട്ടു. ഞാനും എൻ്റെ 3 മക്കളും പോയി സ്നാനപ്പെട്ടു. സ്നാനം സത്യമാണെന്ന് അറിഞ്ഞു. ആദ്യമൊക്കെ കാലങ്ങളിൽ ഞാൻ സ്നാനം എതിർത്തിരുന്നു. പ്രിയരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും സ്നാനത്തെക്കുറിച്ച് എതിർക്കുന്നെങ്കിൽ എനിക്കൊരു ഉപദേശമുണ്ട്. സ്നാനം യേശുക്രിസ്തുവിനോട് ചേരാനാണ്, ഒരു സംഘടനയോട് ചേരാനല്ല. ദൈവം നമ്മളെ ദൈവത്തോട് ചേർക്കാനും പാപങ്ങളുടെ മോചനത്തിനുമാണ് നമുക്ക് സ്നാനം. അതുകൊണ്ട് ആദ്യമൊക്കെ ഞാൻ എതിർത്തിരുന്നു. പിന്നെ വചനം പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലായി. ഞങ്ങള് 3 കുഞ്ഞുങ്ങളും ഏറ്റവും കൂടുതൽ സ്നാനപ്പെടാനായിട്ട് എന്നെ നിർബന്ധിക്കുകയും പ്രാർത്ഥനയ്ക്ക് വന്നിച്ചൊക്കെ എൻ്റെ ഇളയ മോൻ, ഇപ്പോഴത്തെ പാസ്റ്റർ മോന്. അപ്പൊ അങ്ങനെ പോയി. കുഞ്ഞു സൺഡേ സ്കൂളൊക്കെ അവിടെ പഠിക്കാൻ പോയി. ഞങ്ങൾ അങ്ങനെ പോയി സ്നാനപ്പെട്ടു 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. 2003 ഞാൻ നവംബറിലാണ് സ്നാനപ്പെടുന്നത്. 1 മാസം കഴിഞ്ഞപ്പോൾ അന്നേ പാസ്റ്റർ പറഞ്ഞു സ്നാനപ്പെടുമ്പോൾ ചില പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകും, എന്നെ പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആ ചെക്ക് കേസ് ഞാൻ പറഞ്ഞല്ലോ, അവിടെ വീണ്ടും ഒരു കോടതി കൊടുത്തു. അവിടെ കൊടുത്തപ്പോൾ വീണ്ടും അതേ ശിക്ഷ തന്നെ വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ 35,000 രൂപ കൊടുത്ത് എവിടെ കൊടുക്കണം? നമ്മള് എറണാകുളം ഹൈക്കോടതി കൊടുക്കണം. ആ 35,000 രൂപ 35 പൈസ പോലും എന്റെ ഇല്ലാതെ ഇരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഞാൻ അത് കൊടുത്തില്ല. അപ്പൊ വക്കീൽ എന്നോട് പറഞ്ഞു, ഒരു കാര്യം രമേ, ഏത് നിമിഷവും രമയെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം, എങ്ങും രമ ഓടിപ്പോരെന്നൊക്കെ എന്നോട് വക്കീൽ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമക്കളെ, ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ, അങ്ങക്ക് എന്നെ വിടുവിക്കുവാൻ കഴിയും, ജയിലിൽ നിന്ന് എന്നെ വിടുവിക്കാൻ അങ്ങയ്ക്ക് കഴിയും. പക്ഷെ ഞാൻ പോകണമെന്നാണ് അങ്ങയുടെ നിശ്ചയമെങ്കിൽ, അങ്ങയുടെ ഹിതമെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കേസ് വീണ്ടും അതേ ശിക്ഷ വിധിച്ചുകൊണ്ട് 10,000 രൂപയായി 1 മാസം ജയിൽ ശിക്ഷ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പ്രിയ മാതാവ് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു. രാവിലെ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നു. സൈലന്റ് അറ്റാക്കാണ്. ദൈവം കഴിഞ്ഞാൽ എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് കരുതിയ എൻ്റെ പ്രിയ മാതാവ് ലോകത്തിൽ നിന്നും പെട്ടെന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞാൻ ആകെ തകർന്ന വല്ലാത്ത ഒരു അവസ്ഥയിൽ ആയി തീർന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ അന്ന് മൂത്ത മക്കൾ 2 പേരും ഇവിടെ ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിക്കുകയാണ്. ഇളയ മോൻ ഇവിടെ +2 പഠിക്കുന്നു. അങ്ങനെ ഇവിടെ ചുനക്കര എന്ന് പറഞ്ഞ സ്കൂളിൽ +2 പഠിക്കുക. ആ സമയത്താണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. ഞാൻ വല്ലാതെ തകർന്നു പോയി. അമ്മയുടെ മരണം എന്നെ വല്ലാതെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ അവധിക്ക് വന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അവർ കേൾക്കുന്നത്. അങ്ങനെ അവരും തകർന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ അമ്മയെ. അമ്മ ഒത്തിരി ഞങ്ങളെ സ്നേഹിച്ച, എന്നെ കരുതിയ ഒരമ്മയാണ്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മരിച്ചപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ അത് കഴിഞ്ഞ് 5-ാം ദിവസം, മരിച്ച 5-ാം ദിവസം ജനുവരി 14-ാം തീയതി, ജനുവരി 2004 ജനുവരി 14-ാം തീയതി എൻ്റെ അമ്മ മരിക്കുന്നു. 19-ാം തീയതി ഒരു പോലീസുകാരൻ വീട്ടിൽ വരുന്നു. അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു, രമ ആരാ? ഞാൻ പറഞ്ഞു, ഞാനാ. അപ്പൊ സഹോദരൻ എന്ത് ചെയ്യും, വിളിക്കാൻ പറഞ്ഞു. ഇവിടെ വേറെ സഹോദരനുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, രമയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വന്നതാ, അപ്പീലൊന്നും കൊടുത്തില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് കൊണ്ടുപോകാൻ വന്നതാന്ന് പറഞ്ഞു. എന്റെ സഹോദരൻ വലിയവായി കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ ചേച്ചിയെ കൊണ്ടുപോകരുത്, കാരണം അമ്മ മരിച്ച് തകർന്ന വല്ലാത്തൊരവസ്ഥയിലിരിക്കും. തൊട്ടടുത്തൊരു ചേച്ചി ഉണ്ട് അയൽവക്കത്ത്. ആ ചേച്ചി പറയൂ, സാറേ അവളെ കൊണ്ടുപോകല്ലേ, വല്ലാതിരിക്കുക എന്ന് പറഞ്ഞപ്പം അമ്മ അടക്കിയ സ്ഥലം തൊട്ട് പറമ്പിൽ തന്നെ അമ്മ അടക്കി. അപ്പൊ ആ സാറ് വന്ന് കണ്ടിട്ട് വളരെ വിഷമിച്ച് അദ്ദേഹം വല്ലാത്ത അവസ്ഥയിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കഴിഞ്ഞാൽ സ്വന്തം ജാമ്യത്തിൽ വിട്ടിട്ട് പോകാൻ, രമി അങ്ങ് ഓടിപ്പോകരുത്, ജനുവരി 30. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല സാറേ, ഞാൻ ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു, സാറേ ഞാൻ ബൈബിളാ പഠിക്കുന്നത്, എൻ്റെ യേശുവാ എൻ്റെ ദൈവം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒളിച്ചോടി പോകത്തില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം സ്വന്തം ജാമ്യത്തിൽ വിട്ടിട്ട് പോയി. അത് കോടതി അതിന്റെ പേപ്പറൊക്കെ എഴുതി പോയി. 31-ാം തീയതി ചെല്ലാൻ പറഞ്ഞു, ജനുവരി 31, 2004. അങ്ങനെ ഞങ്ങൾ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ അതിന്റെ പേപ്പറൊക്കെ ശരിയാക്കി കോടതിയിൽ
31 പോയത് എൻ്റെ ഇളയ മോനെ, പ്ലസ് 2 പഠിക്കുന്ന ഇപ്പോഴത്തെ പാസ്റ്റർ ആയിരിക്കുന്ന മോനെ, അതുപോലെ എൻ്റെ ഇളയ ആങ്ങള, മരിച്ചുപോയ ആങ്ങള, ഞങ്ങളുടെ പാസ്റ്റർ, അതുപോലെ 2 പോലീസുകാർ. ഇത്രയും പേരാണ്. അപ്പം ചെങ്ങന്നൂർ കോടതി വന്ന് എല്ലാ പേപ്പറുകളും ശരിയാക്കി. പ്രിയരെ കേൾക്കണമോ, ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നത്? കോടതിക്കകത്തേക്ക് കയറുമ്പോൾ കർത്താവെ, ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് ജയിലിൽ പോകുന്നത്. ജയിലിനകത്ത് പോയാൽ എന്ത് സംഭവിക്കും? അത് നമ്മൾ പുറമേ നിന്ന് കേട്ടിട്ടേ ഉള്ളൂ ജയില്. അപ്പൊ എനിക്ക് വല്ലാത്ത ഭയമായി, വിഷമമായി. ആ കോടതിക്കകത്തേക്ക് കയറുമ്പോൾ ഞാൻ വല്ലാതെ കരഞ്ഞപ്പോ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല എന്നെ ചെവിയിൽ കർത്താവ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ധൈര്യം എൻ്റെ ഉള്ളിലേക്ക് വന്നു. പിന്നെ ഞാൻ കരഞ്ഞില്ല. ജഡ്ജി അദ്ദേഹം എൻ്റെ കയ്യിലോട്ട് ഇത് തന്നു, പേപ്പർ തന്നിട്ട് പറഞ്ഞു, അറിയാമ എന്തിനാ ചെക്കിൽ ഒപ്പിട്ടത്? ഞാൻ പൈസ മേടിച്ചിട്ടില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ ചെക്കിൽ ഒപ്പിട്ടത് കൊണ്ടാണ് ഈ ശിക്ഷ തന്നിരിക്കുന്നത്. 1 മാസമേ ഉള്ളൂ. അപ്പൊ എനിക്കൊരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. കിഡ്നി തുറന്നുള്ള ഒരു മേജർ ഓപ്പറേഷൻ. കിഡ്നി അത് കല്ലായിരുന്നു, വലിയ കല്ലായതുകൊണ്ട് കിഡ്നി തുറന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ആ ഭാഗമൊന്നും, വയറിന്റെ ഭാഗമൊന്നും ഉണങ്ങിയിട്ടില്ല, മുറിവ് ഉണങ്ങിയിട്ടില്ല. അന്നേരം എന്നോട് അദ്ദേഹം പറഞ്ഞു, സർട്ടിഫിക്കറ്റും കൊണ്ടുപോകും, അവിടെ ചെന്നൊന്നും ജോലി ചെയ്യേണ്ട, വെറുതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അന്ന് തന്നെ വൈകിട്ട് ഒരു 4:30 ആയപ്പോൾ ഞങ്ങള് ആലപ്പുഴ സബ് ജയിലിലേക്ക് പോയി. അങ്ങനെ എൻ്റെ പറഞ്ഞ പോലെ ഇളയ മോനും ഇളയ ആങ്ങളെയും അതുപോലെ 2 പോലീസുകാരുണ്ടായിരുന്നു, ഞങ്ങളുടെ പാസ്റ്ററും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നു, അകത്തേക്ക് കയറിയിട്ട് ഇവരെന്നെ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവിട്ടിട്ട് വരാൻ പോകുമ്പോൾ ഞാൻ വല്ലാതെ കരയാനിടയായി. കാരണം എന്താണ് അകത്ത് സംഭവിക്കുന്നത് അറിയത്തില്ല. ഇവരും ഭയങ്കര കരച്ചിലുകാരും, എല്ലാവരും എൻ്റെ കൂടെ വന്നവരെല്ലാം കരഞ്ഞു. അങ്ങനെ കരഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് പോയി. ഇവരെന്നെ വിട്ടിട്ട് പോയി. എൻ്റെ പ്രിയ മാതാവ് മരിച്ചെന്റെ ആ തകർച്ച ഒരു കോണിലൂടെ ഇതൊരു വശത്തോടെ. പ്രിയരെ ഓർക്കണമേ, അന്ന് ദൈവം തന്ന സമാധാനമാണ്. ഒരിക്കലും ഒരു സ്ത്രീക്കും ഒരു പുരുഷനോ സഹിക്കാൻ പറ്റാത്തതും തളർന്ന് വീണു പോകുന്ന, കുഴഞ്ഞു വീണു പോകുന്ന അനുഭവമായിരുന്നു. എന്നാൽ ദൈവം അവിടെയും സൂക്ഷിച്ചു, രക്ഷിച്ചു, ധൈര്യം തന്നു. എന്നോട് പറഞ്ഞോണ്ടേയിരിക്കുക, ഭയപ്പെടണം, ഞാൻ നിന്നോട് കൂടെ, ഭയപ്പെടണം ഞാൻ നിന്നോട്. അതാണ് പ്രിയരെ, നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവം, ഒരിക്കലും നമ്മളെ കൈവിടുന്ന ദൈവം. ആ വേദനയുടെ ആഴങ്ങളിൽ ഇരിക്കുമ്പോഴാണ്, ഒറ്റപ്പെടലിന്റെ അനുഭവം ഇരിക്കുമ്പോഴാണ് നമ്മുടെ ദൈവം നമ്മുടെ അടുത്ത് വരുന്നത്, ചേർന്ന് വരുന്നത്, നമ്മളെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സന്തോഷവും ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ അകത്ത് പോയി 13 സഹോദരിമാർ, പെട്ടെന്ന് പറഞ്ഞു പോകാം, സമയം കടന്നു പോകുന്നല്ലോ. 13 സഹോദരിമാർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അകത്ത് ചെന്നു. ആദ്യം എന്നെ പരിശോധിച്ച് ഓഫീസിൽ കൊണ്ടുപോയി. വല്ല ബ്ലേഡോ പിച്ചാത്തിയോ എന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടായെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ കൊണ്ടുപോയി. അതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞ് എന്നെ അകത്തേക്ക് കൊണ്ടുവന്നു. 13 സഹോദരിമാർ അവിടെ ഉണ്ടായിരുന്നു. ഈ 13 സഹോദരിമാർ എന്നോട് ചോദിച്ചു, എന്താ ഇങ്ങനെ വന്നത്? ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ചെക്കിൽ ഒപ്പിട്ടുകൊണ്ട് ചെക്ക് കേസാണെന്ന് പറഞ്ഞു. അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ അതിനകത്ത് 80 വയസ്സുള്ള ഒരു അമ്മച്ചി, മകളെ കഴുത്തറുത്ത് കൊന്ന അമ്മച്ചിയുണ്ട്. 80 വയസ്സുള്ള ഒരു അമ്മച്ചി കള്ളനോട്ട് കേസിൽ പ്രതിയുണ്ട്. അതുപോലെ വേറൊരു സഹോദരി അനന്തരത്തിയെ കൊന്ന കേസിൽ പ്രതിയാണ്. പിന്നെ ചാരായം വാറ്റ്, അടിപിടി കേസ്, അങ്ങനെയൊക്കെ ഉള്ളവരാണ് 13 സഹോദരിമാർ. അവർക്ക് ഇനി വർഷങ്ങൾ കേസ് പറഞ്ഞിട്ട് എനിക്കിനി 1 മാസം കിടന്നാൽ മതി, 10,000 രൂപ. 10,000 രൂപ കൊടുത്തില്ലെങ്കിൽ 3 മാസം കൂടെ തിരുവനന്തപുരം പൂജപ്പുര ജയിലിൽ പോയി കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 10,000 രൂപ അടച്ചു. അത് ദൈവത്തിന്റെ കൃപയാൽ ലഭിച്ചത് കൊണ്ട് അത് അടച്ചു. അങ്ങനെ പ്രിയരെ, അങ്ങനെ അതിനകത്ത് ഞാൻ അന്ന് ചെന്ന ദിവസം തന്നെ ഒരു ബൈബിൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പോയിരുന്നു ജയിലിന്റെ മൂലയ്ക്ക് വലിയൊരു ഹാളാണ്. അപ്പം പുറത്തിങ്ങനെ ജയിൽ വാർഡനുണ്ട്, ലേഡീസ് ആണ്. അവർക്ക് ഞങ്ങളെ ചെക്ക് ചെയ്യാൻ നോക്കാനും വേണ്ടി തൊട്ടടുത്ത് തന്നെയാണ് ഓഫീസ്. അപ്പൊ ഞങ്ങൾക്ക് വലിയൊരു ഹാളെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് വലിയ പൊക്കവും വലിയ ഇതും എല്ലാം ഉണ്ട്. ഭയങ്കര ഒരു ഹാളാണ്, അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങള് അവിടെ ചെന്ന് ഞാൻ ആ മൂലയ്ക്ക് പോയിരുന്നു, ബൈബിള് വായിച്ച് പ്രാർത്ഥിച്ച് ഒരു പാട്ട് പാടി ബൈബിൾ വായിച്ചു. ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അപ്പുറത്ത് ഒരമ്മച്ചി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ ഞാൻ ഓരോ സഹോദരിമാരെ വിളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഒത്തിരി സങ്കടമുള്ളവരാ, എന്താ ജാമ്യം കിട്ടാത്തവര്, വീട്ടിലാണെ പ്രശ്നങ്ങള്, രോഗികളായിട്ട് കിടക്കുന്നവര്, ഇതിനകത്ത് തന്നെ രോഗികളായിട്ട് കിടക്കുന്നവര്, കഷ്ടങ്ങളും വേദനകളും ഒക്കെ അവരുടെ വേദനകളൊക്കെ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി. അങ്ങനെ ഓരോ ദിവസം ഓരോരുത്തരെ വിളിച്ച് ഓരോരുത്തർ വന്നുകൊണ്ടിരുന്നു. അവരെല്ലാം ഞങ്ങളെല്ലാം പാട്ടുപാടി ഇങ്ങനെ പ്രാർത്ഥിച്ച് വചനം വായിച്ച്. അന്ന് എനിക്ക് സങ്കീർത്തനം മാത്രമേ പറഞ്ഞു കൊടുക്കാൻ അറിയത്തുള്ളൂ, ബൈബിളിലൊന്നും അന്ന് പഠിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ ഒരു സഹോദരി മാത്രം വരത്തില്ല, ആ ശോഭ എന്നാണ് അതിന്റെ പേര്. അത് പിന്നെ ആംഗ്ലേന്ത്യനാണ്, 32 വയസ്സുണ്ട്. അതിന്റെ ഹസ്ബൻഡ് അടുത്ത ജയിലിൽ കിടക്കുന്നു. എല്ലാ വർഷവും അവളിങ്ങനെ പൂജപ്പുര ജയിലിൽ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ
കറങ്ങുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ആയിരുന്നു ആ മകൾക്ക് ഒരു എന്താണെന്ന് പറഞ്ഞാൽ അവളുടെ തകർച്ച. ആരും പ്രിയരെ ചെറുപ്പത്തിലെ കുറ്റവാളികളോ അല്ലെങ്കിൽ അവര് അല്ലെങ്കിൽ കൊലപാതകികളോ എന്തെങ്കിലും ഒന്നും അവരായി തീരത്തില്ല. പക്ഷേ അവരുടെ സാഹചര്യങ്ങളാണ് അവരെ അങ്ങനെ ആക്കി. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ അവളുടെ തകർച്ച കൊണ്ടായിരിക്കാം, വേദന കൊണ്ടാണ്, നിരാശ കൊണ്ടാണ് അവളിൽ ഒരു വല്ലാത്ത ഒരു സ്വഭാവം ഉടലെടുത്ത് അമ്മച്ചിമാരെ വഴക്ക് പറയുക, അമ്മച്ചിമാരെ ചീത്ത പറയുക. അപ്പൊ എന്നോട് പറഞ്ഞു, അവള് പറഞ്ഞു, നീ എന്റെ അടുത്ത് വന്ന് കിടക്കണമെന്ന്. അപ്പൊ എല്ലാരും എന്നോട്, ഇടി അവളൊന്ന് എന്നെ കൊല്ലും, നീ അങ്ങനെ പോയി കിടക്കരുത് എന്നൊക്കെ പറയും. പക്ഷെ എന്നോട് ദൈവം പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ. പക്ഷെ എന്നോട് ഭയങ്കര സന്തോഷമായിരുന്നു ആ മോടടുക്കല ഞാൻ കിടന്നത്. ഒത്തിരി സന്തോഷം. പക്ഷെങ്കില് എന്തൊക്കെ അവളിലെ ആ ഒരു വല്ലാത്തൊരു അനുഭവം, വല്ലാത്തൊരു സ്വഭാവ വൈകല്യം അവൾ കാണുവാനിടയായി തീർന്നു. പക്ഷെ ഞാൻ അവളോട് സുവിശേഷം പറഞ്ഞു, മോളെ നീ ഇങ്ങനെ ഇരുന്നാൽ പറ്റും, നിനക്ക് പാടാനൊക്കെ നല്ല കഴിവുണ്ടല്ലോ, എന്റെ കൂടെ വാ, നമുക്കിരുന്ന് പാടാം, പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു. സുവിശേഷം പറഞ്ഞു, ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്റെ കാര്യമെല്ലാം പറഞ്ഞു. അപ്പം ആ മോടെ കാര്യമല്ലേ എന്നോടും പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ വന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഓരോ ദിവസവും പ്രിയരെ പ്രാർത്ഥനയും പാടും. ഒരു പാട്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു 5-6 പാട്ടൊക്കെ പാടി ആരാധിക്കുക. രാത്രി മുഴുവൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും വചനം പറഞ്ഞു കൊടുക്കുകയും ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അതായത് ആ ജയിലിനകത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. സമാധാനമില്ലാത്തത് സമാധാനമുണ്ടായി. പ്രത്യേകിച്ച് ശോഭയിൽ ഒരു വ്യത്യാസം വന്നു. അവളുടെ അമ്മച്ചിമാരുള്ള വഴക്ക്, ഞങ്ങളുള്ള വഴക്ക്, എന്നോടൊരു വഴക്കും വന്നിട്ടില്ല, മറ്റുള്ളവരോടൊക്കെ വഴക്ക്, പ്രശ്നം എപ്പോഴും അവളൊരു വല്ലാത്തൊരു ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അവളിൽ ഒത്തിരി രൂപാന്തരം വന്നു. പുലിയെ പോലെ നിന്ന ആ വ്യക്തി മാനിനെ പോലെ ആയിത്തീരാനിടയായിരുന്നു. ദൈവം അവിടെ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചു. ദൈവത്തിന്റെ സ്നേഹം ആ ജയിലിനുള്ളിൽ നിറഞ്ഞു. ഹല്ലേലൂയ. എല്ലാവരും സമാധാന ജോലികളായിരിക്കുന്നവർക്ക് സൗഖ്യം ദൈവം കൊടുത്തു. അതുപോലെ ജാമ്യം കിട്ടാത്തവർക്ക് ജാമ്യം കിട്ടുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. അവിടെ ഒത്തിരി സമാധാനം ഉണ്ടായി. ദൈവം ഞങ്ങളെ സൂപ്രണ്ട് എന്നും കാണാൻ വരും എണ്ണം എടുക്കാൻ. സൂപ്രണ്ടും വേറെ പോലീസുകാരും സാർമാരോടാ വരുന്നത്. അവർ വന്ന് എണ്ണം എടുത്തിട്ടു. അപ്പൊ ഞങ്ങളോട് പറയുക, അദ്ദേഹം സൂപ്രണ്ട് ചോദിക്കുക, അദ്ദേഹം ചോദിക്കുക, നിങ്ങളെന്തോ ഇങ്ങനെ പാട്ടൊക്കെ, എത്ര പാട്ടാ നിങ്ങൾ പാടുന്നത്, ഇവിടെ എന്തോ ഗാനമേളയാണ് നടക്കുന്നത്, എത്ര പാട്ടാ പാടുന്നത്, എത്ര നേരമാ പാട്ട് പാടുക, പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോട് ഒരു പരാതിയില്ല. ഈ ജയിലിനകത്ത് ഇപ്പൊ ഒരു സമാധാനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പാട്ട് പാടുകയോ പ്രാർത്ഥിക്കുകയോ എന്ത് വേണം ചെയ്തു, ഞങ്ങൾ വരുമ്പോ എണ്ണം കുറയാൻ എന്ന് പറഞ്ഞ് അങ്ങനെ ആ എണ്ണം കുറയലൊരു പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടൊക്കെ തമാശ പറഞ്ഞിട്ട് പോവാമായിരുന്നു. പിന്നീട് ഒരു ജയിൽ വാർഡൻ ഒരു സാറുണ്ടായിരുന്നു. ഞങ്ങളെ കൃത്യസ്ഥലത്ത് ഒരു പാട്ടേ പാടാവൂ, നേരത്തെ ലൈറ്റ് അടിച്ച് കിടക്കണം, അങ്ങനൊക്കെ ഒത്തിരി കാര്യം പറയാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ പിന്നെ ആ സാറിന്റെ മകൾക്ക് പിന്നെ അപ്പൻഡിസൈറ്റിസിന്റെ അസുഖം ഉണ്ടായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അതിന് പരീക്ഷയാണ്, മാർച്ച് മാസമാണ്, 10ാം ക്ലാസ്സിലാണ്, അതിന് കൂടുതലാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയിട്ട് ആ ഡോക്ടർ പറഞ്ഞ് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അവരുടെ വീട്ടിൽ പറഞ്ഞു വിട്ടു. ഈ വിവരം ശോഭ എന്ന് പറയുന്ന ആ പെൺകുട്ടിയോട് പറയാനിടയായി. അത് കേട്ടിട്ട് ഞാൻ രാത്രി മുഴുവൻ ആ സാറിന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. ഞാൻ ആരും കേൾക്കാതെ പ്രാർത്ഥിച്ചത്. എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല. രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അനേകം ദർശനങ്ങൾ, വെളിപ്പാടുകളൊക്കെ ദൈവം ആ ഒരു ശുശ്രൂഷയാണ്, എനിക്ക് അതെല്ലാം തരികയൊക്കെ ചെയ്യും. അങ്ങനെ വന്നു, അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇവള് ശരിക്കും ആ ഒരു അനുഭവത്തിൽ ഇവള് ശോഭ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ രാവിലെ അതിന്റെ പിറ്റേ ദിവസം വൈകിട്ട് ഡ്യൂട്ടിയും കഴിഞ്ഞ് അത് പോയിട്ട് പിന്നെ വന്നപ്പോൾ ആ സാറ് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഉണ്ടായി മകളെ. പിന്നെ ശോഭയോട് പറഞ്ഞു, എന്റെ മോക്ക് സൗഖ്യമായി. എന്താണെന്ന് അവൾ രാത്രി എഴുന്നേറ്റ് തലകറക്കമായി, അത് ഛർദ്ദിച്ചു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു കുറവുണ്ട്, ഇത് നിങ്ങൾ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല ഞങ്ങളൊന്നും ചെയ്തില്ല സാറേ എന്ന് പറയാം. ഡോക്ടറെന്ന് പറഞ്ഞപ്പോ ശോഭ ഇവിടെ നിന്ന് പറഞ്ഞു, അതെ സാറേ, സാറിന്റെ ആ ഡോക്ടറുടെ കഴിവൊന്നുമല്ല, രമ ഇന്നലെ രാത്രി മുഴുവൻ സാറിന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അത് നമ്മുടെ കഴിവല്ല, ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ആ സാറിന്റെ മകൾക്ക് സൗഖ്യം കിട്ടി, പൂർണ്ണമായി സൗഖ്യം കിട്ടി. അപ്പൊ ഒത്തിരി സന്തോഷമായി. ശോഭ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് സമയം തരികയും എത്ര നേരം വേണമെങ്കിലും പാട്ട് പാടുക, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അതിനകത്ത് പുറം ലോകത്ത് ജീവിച്ചതിനേക്കാൾ അധികമായ ഒരു സന്തോഷം എനിക്ക് അവിടെ ലഭിക്കാനിടയായി. പ്രിയരെ, അവരോട് സുവിശേഷം പറഞ്ഞു. 13 സഹോദരിമാര് രക്ഷിക്കപ്പെട്ടു. അവരെ ദൈവഭാഗത്തേക്ക്, അവർ യേശുവിനെ അറിയാൻ ഇടയായി തീർന്നു. അതുപോലെ പിന്നെ ശോഭയിൽ ഒരുപാട് മാറ്റമുണ്ടായി. ഒരു നല്ല പൈതലായി
ജീവിച്ച് എന്നോട് പറഞ്ഞു, ഞാൻ പുറത്ത് വരുമ്പോൾ മോളെ ഞാനൊരു നല്ല ഒരു പ്രാർത്ഥനക്കാരിയായി ഞാൻ വരും, പിന്നെ നീ ഈ ജയിലിൽ ഒരു വിളക്കായിരുന്നു, നീ പോകണ്ട എന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറഞ്ഞു ഞാനല്ല വിളക്ക്, യേശുവാണ് വിളക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ കൈക്കൊള്ളണം എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞൊക്കെയാണ് വിട്ടത്. എന്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ എല്ലാരും പറഞ്ഞു ഞാൻ ഏതോ ടൂറിന് പോയിട്ട് വന്നതാണ്. അതുപോലെ നന്നായി ഒക്കെ വളരെ അനുഗ്രഹത്തോടാണ് ഞാൻ ചെന്നത്. ജയിലിന് അകത്തുനിന്ന് ഇറങ്ങുമ്പോൾ എന്റെ അനുഭവമാണ് പറയുന്നത്. നിങ്ങളുടെ ആത്മീയവർദ്ധനയ്ക്ക് ഞാൻ പറയാം, ജയിലിനകത്തുനിന്ന് ഇറങ്ങുമ്പോൾ എന്റെ മുഖത്തു നിന്നില്ല മോശയുടെ തൊപ്പ് ശോഭിച്ചതുപോലെ എന്റെ മുഖത്തുനിന്ന് എന്തോ ഒരു പ്രകാശം ഇങ്ങനെ വരുക. ഞാൻ ഇങ്ങനെ വല്ലാതെ ഒരു അത്ഭുതപ്പെട്ടു. എന്താണ് അപ്പൊ എനിക്ക് മനസ്സിലായി കർത്താവിന്റെ ഒരു ഇടപെടലാണ് അതെന്ന്. നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ മതി, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്, നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ജയിലറയ്ക്ക് നമുക്കൊരു പ്രയാസമോ പ്രതികൂലങ്ങളോ തിന്മയോ കടന്നു വരികയാണെങ്കിൽ ഓർത്തുകൊള്ളുക, അത് എന്തിനു വേണ്ടിയാണ്? നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നെ ജയിലിൽ അയച്ചത് നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. പിന്നീട് പ്രിയരെ എനിക്ക് പറയാനുള്ള അങ്ങനെ അവിടെ വന്ന് പിന്നീട് ദൈവം ഒരുപാട് ശുശ്രൂഷകളൊക്കെ ദൈവം തരുവാനിടയായി തീർന്നു. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് ആത്മീയ പ്രവർത്തനങ്ങൾ, ഞങ്ങൾക്ക് കൂട്ടായ്മകളുണ്ട്, ഞങ്ങൾക്ക് ടീമുകളുണ്ട്. ഗിൽഗാൽ ഗോസ്ബൽ മിനിസ്ട്രി എന്ന് പറഞ്ഞ ടീമില് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഞങ്ങൾക്ക് പരസ്യയോഗമുണ്ട്. HMI എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ, അതിനകത്ത് സജീവമായിട്ട് പ്രവർത്തിക്കാനൊക്കെ ദൈവം കൃപ തരുന്നു. എന്റെ കഴിവല്ല, ദൈവം അതിനൊക്കെ ഒന്ന് പോകാൻ ഒരു ചെറിയ കൃപ തരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെയൊക്കെ പോകാനും ശുശ്രൂഷകൾക്ക് പിന്നെ ഒരുപാട് അനേക സ്വർഗീയ ദർശനങ്ങൾ പ്രിയരെ കണ്ടിട്ടുണ്ട്. ഞാനിത് എന്നെ കാണിച്ചു എന്നുള്ളതല്ല, നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുന്നതിന് വേണ്ടി ഞാൻ പറയുക. ആ സ്വർഗീയ ദർശനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യാക്കോബ് കണ്ട ഗോവണി, ആ ഗോവണി യാക്കോബ് കണ്ട ഗോവണി, ആ ഗോവണിയില് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങേ അറ്റം കൊണ്ടുവന്നതിന് പർദീസയാണ് കാണിക്കുന്നത്. അങ്ങനെ 2 പ്രാവശ്യം എന്റെ ജീവിതത്തിൽ പർദീസ കൊണ്ട് കാണിച്ചു. അങ്ങനെ ആ പർദീസയില് ക്രിസ്തുവിൽ മരിച്ചവരെ ഇരുത്തുന്ന സ്ഥലം. പിന്നീട് ഒരു പ്രാവശ്യം കൊണ്ടുപോയത് അല്ലെങ്കിൽ സ്വർഗവും നരകവും കൊണ്ട് കാണിച്ചു. അല്ലെങ്കിൽ സ്വതന്ത്രം എന്നാൽ സ്വർഗത്തിന്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചിട്ടുമില്ല, അതും പർദീസയാണ് എന്നെ കാണിച്ചത്. അതുപോലെ പാതാളക്കുഴി, അതുപോലെ നരകം. തീർച്ചയായിട്ടും വിവരിക്കാം. അപ്പൊ ഒരു ദിവസം ഞാൻ എന്റെ ആങ്ങളയുടെ വീട്ടില് എനിക്ക് ഭയങ്കര പനി എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത അസ്വസ്ഥയും പനിയായിട്ട് ഞാനിങ്ങനെ ഒരു കട്ടിലിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ചാരി ഇരിക്കുക. അപ്പം എന്റെ ആങ്ങളയുടെ മക്കൾ അവിടെ നിന്ന് TV കാണുന്നൊക്കെ എനിക്ക് കാണാം. അപ്പം അങ്ങനെ കണ്ടോണ്ടിരിക്കും, ഞാൻ ഇത് കണ്ടോണ്ടിരിക്കുക, ഇവരിങ്ങനെ TV-യിലെ ഗെയിംസ് കളിച്ചോണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ ഇത് നോക്കിയിരിക്കുക. പിന്നെ എനിക്കൊന്നും ബോധമില്ല. ഞാൻ പിന്നെ ഇതില് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ ഞാൻ ശരീരത്തിലാണോ ശരീരത്തിലല്ലയോ എന്ന് പറഞ്ഞ പോലെ എടുക്കപ്പെട്ട ഒരു അനുഭവം. ഹല്ലേലൂയ. പിന്നെ ഞാൻ കാണുന്നത് ഒരു വലിയ ഒരു കിണർ. ആ കിണറിന്റെ വാവട്ടമുള്ള ഒരു കിണറാണ്, വലിയ വീതിയിലും വിസ്തീർണതയുള്ള ഒരു കിണർ. അതിനകത്തോട്ട് പുക പോവുകയാണ്. പുക ഇങ്ങനെ അകത്തൂന്ന് പുറത്തോട്ടും പുറത്തുനിന്ന് അകത്തോട്ടും പുക പൊക്കുകയാണ്. ഇതിന്റെ വക്കിന് മുഴുവൻ എന്താ? പിശാചിരിക്കുക. അകത്തോട്ട് പോകുന്തോറും പിശാചുക്കൾ അതിനകത്ത് ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഒരു മേൽത്തട്ടാണ്. ഒരു ആത്മാവിനെ കൊണ്ടുവന്നിട്ട് ഈ പിശാച്, 2 പിശാചുകൾ ചേർന്ന് ഒരു ആത്മാവിനെ കൊണ്ടുവന്നിട്ട് താഴേക്ക് എറിയുക. അപ്പൊ എന്നെ കാണിക്കുന്നത് അഗ്നി നരകമാണ്, ഗന്ധകം. എന്നോട് ദൈവം പറയുകയാണത് അഗ്നി നരകമാണ്, ഗന്ധകമിട്ട് കത്തിച്ച തീയാണ് ഈ മുകളിലേക്ക് വരുന്നത്. വലിയ വിസ്തീർണതയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ മുകളിലേക്ക് തീ വരികയാണ്. ആ തീ വന്നിട്ട് അതിനകത്തേക്കാണ് ഈ ആത്മാവിനെ കൊണ്ട് എറിയുന്നത്. പ്രിയരെ എന്നെ പിന്നെ കാണിക്കുന്നത് ഈ അതിന്റെ മേൽത്തട്ട, ഈ പാതാളപ്പുഴയുടെ മേൽത്തട്ടാണ് കാണിക്കുന്നത്. അവിടെയാണ് വീണ്ടും എന്നെ പർദീസ കൊണ്ട് കാണിക്കുന്നത്. പർദീസ എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ, എന്താ എനിക്ക് വർണ്ണിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. അവിടെ ശാന്തതയാണ്, സമാധാനമാണ്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ചിന്തയൊന്നും വരുന്നില്ല. അത്രയ്ക്ക് മനോഹരമാണ് ശാന്തതയും അതുപോലെ വിശുദ്ധിയേറിയ സ്ഥലം. അവിടെ എന്നെ കാണിച്ചത് ഒരു ഗ്ലാസ് ഇട്ട വണ്ടി അവിടേക്ക് പറന്നു വന്ന് നിന്നു. അതിനകത്തുനിന്ന് ഒരാത്മാവിനെ എടുത്തുകൊണ്ട് ഈ പർദീസയിൽ അവിടെ ഇരുത്തിയിരിക്കുന്ന, ക്രിസ്തുവിൽ മരിച്ചവരെ ഇരുത്തിയിരിക്കുന്നിടത്ത് കൊണ്ടുപോവുകയാണ്. അത്രയും എന്നെ ദൈവാത്മാവ് കാണിച്ചപ്പോഴത്തേക്ക് എന്റെ നാത്തും വന്ന് എന്നെ കടന്നങ്ങ് വിളിക്കുകയാണ്. വിളിച്ചെന്തിനാ, എന്തോ മരുന്ന് തരാൻ വേണ്ടി വിളിച്ചത്. ഏതാണ്ട് കുരുമുളകൊക്കെ തിളപ്പിച്ച് എന്നെ വിളിക്കുക. അപ്പൊ അങ്ങനെ ഒരു സ്വർഗീയ ദർശനം കണ്ട്. അതുപോലെ ജീവജല നദി,
ജീവവൃക്ഷം, അതുപോലെ എന്നെ കാണിച്ചത് ഒരു സ്വർഗത്തിൽ നിന്ന് പുതിയ യെരൂശലേം ഇറങ്ങുന്നതായിട്ട്. അത് ദൈവം എന്നെ കാണിക്കാനല്ല, ദൈവം എന്നോട് പറഞ്ഞൊരു പുസ്തകം എഴുതാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന് ഞാനിങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ അവിടെ എന്തൊക്കെ നമ്മൾ ആ സ്വർഗീയ ദർശനത്തിലെ അതുപോലെ ഒരു ദിവസം എന്നെ ഇങ്ങനെ കാണിക്കുന്നത് ആകാശം ചായ്ച്ചു വന്ന് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നിൽക്കുന്നത് എന്ന് വെച്ചാൽ 10,000 സൂര്യൻ ഉദിച്ച ഒരു മുഖമൊന്നും കാണത്തില്ല, ആ വെളിച്ചവും പ്രകാശവും വന്ന് നിൽക്കുന്നു, ആകാശം ചായ്ച്ചിരിക്കുന്നു. അതാണ് എന്നെ കാണിച്ചത്. അപ്പൊ അങ്ങനെ ഒരുപാട് സ്വർഗീയ ദർശനങ്ങൾ ദൈവം എനിക്ക് തരാനിടയായി തീർന്നിട്ടുണ്ട്. പിന്നെ എവിടെയും നമ്മുടെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുന്നിടമെല്ലാം എല്ലാം മിക്കവാറും എന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ദർശനം വെളിപ്പാടുമാണ്. പിന്നെ എന്തെങ്കിലും തരുന്നത് നമ്മൾ വചനത്തിൽ കൂടെ ശുശ്രൂഷിക്കും, അല്ലാതെയുള്ള എല്ലാം ദൈവത്തിന്റെ കരുണ മാത്രമാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ പ്രിയരെ. അതുപോലെ എനിക്ക് പറയാനുള്ളത് സ്വർഗവും നരകവും ഉണ്ട്, യഥാർത്ഥ സത്യമാണ്. അത് അമ്മൂമ്മക്കഥയല്ല, കെട്ടുകഥയല്ല. ജനനം സത്യമാണെങ്കിൽ, ജനനാനന്തര ജീവിതം സത്യമാണെങ്കിൽ, മരണം സത്യമാണ്, മരണാനന്തര ജീവിതവും സത്യമാണ്. ഇത് അമ്മൂമ്മക്കഥയല്ല. ഇത് പറയുന്നത് നേരിൽ പോയി കണ്ടവരാണ്, അല്ലെ കണ്ടതുകൊണ്ടാണ് ഇത് പറയുന്നത്. കാണാതെ വിശ്വസിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. പ്രിയരെ, നമ്മുടെ ആത്മാവിന് രക്ഷയില്ലെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാനവജാതികളുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വർഗോന്നതങ്ങൾ വെടിഞ്ഞ് ഇവിടേക്ക് വന്ന് ആലരീശ്വരൻ മാനവജാതി, അത് ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ ആരവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുവോ പ്രിയ മക്കളാകുവാൻ അവകാശം കൊടുത്തിരിക്കുന്നു. ആ ക്രൂശു മരണം ഒരിക്കലും അത് നഷ്ടമല്ല. ആ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും നശിച്ചു പോകത്തില്ല. ആ ക്രൂശുമരണം ഭൂമിയിൽ ആയിരിക്കുമ്പോൾ കർത്താവിനെ കൈക്കൊണ്ട് ആ ക്രൂശുമരണം എന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതെന്നും അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ദൈവമാണെന്നും ഇനിയും വേഗം വരുമെന്നും വിശ്വസിക്കുന്നുവെങ്കിൽ പ്രിയരെ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലായിരുന്ന് നമ്മളെ പാപങ്ങൾക്ക് പരിഹാരം ലഭിച്ചിട്ട് ഈ ആത്മാവ് അങ്ങ് ചെന്നാൽ നാം സ്വർഗത്തിലായിരിക്കും വസിക്കുന്നത്. അത് യുഗായുഗമാണ്. ഇവിടെ ഏറിയാൽ 70 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സ്, യുഗായുഗം ആ കർത്താവിനോടുകൂടെ സമാധാനത്തോടെ, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത അല്ലെങ്കിൽ ആ ലോകത്തിലെ കർത്താവിനോട് കൂടെ യുഗായുഗം വാഴുവാനിടയായി തീരും. എന്നാൽ പ്രിയരെ, നരകം എന്ന് പറയുന്ന സത്യമുണ്ട്. എല്ലാവരും പറഞ്ഞു ഇവിടെ തന്നെ നരകം, ഇവിടെ തന്നെ നമ്മൾ ചെയ്തതിന്റെ എല്ലാ പാപവും ചെയ്തു കൂട്ടിയതിന്റെ ഒക്കെ ഇവിടെ തന്നെ തീർന്നു പോകും, ഈ മരണത്തോട് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു പറയുമ്പോൾ പ്രിയരെ, മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതം. ഒരു മരണാനന്തര ജീവിതമുണ്ട്. നരകത്തിൽ പിശാചാണ് ഭരിക്കുന്നത്. അത് യുഗായുഗം ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ്? ആത്മാവിന് രക്ഷയില്ലാതെ, ആത്മാവിന് പാപപരിഹാരം വരാതെ അങ്ങ് ചെല്ലുമ്പോൾ നമ്മളെ നരകത്തിലാണ് അയക്കുന്നത്. ആ പാപപരിഹാരം വരണമെങ്കിൽ ആ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ ക്രൂശുമരണം എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട്, പാപത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ അവർക്ക് സ്വർഗം ലഭിക്കും. ഇത് രണ്ടും സത്യമാണ്, യഥാർത്ഥ സത്യമാണ് പ്രിയരെ. ഇത് അമ്മൂമ്മക്കഥയല്ല, കെട്ടുകഥയല്ല. ദൈവം ഒരു നാളും നമ്മളെ കൈവിടത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. അതുപോലെ സ്വർഗീയ രാജ്യത്തിൽ അവകാശികളായി തീരുവാൻ, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. സ്വതന്ത്രം. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ പ്രിയരെ, കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവർ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുവാനിടയായി. അത് നമ്മൾ പ്രാപിക്കണമെങ്കിൽ, ആ ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ പരീക്ഷ സഹിച്ച് കർത്താവിൽ വിശ്വസിക്കുന്ന ഏവർക്കും സ്വർഗരാജ്യം ലഭിക്കുവാനിടയായി. ഞങ്ങളുടെ അനുഭവത്തിലാണ് പറയുന്നത് പ്രിയരെ. ഇത് എന്നെ ദൈവം കൊണ്ട് കാണിച്ചതാണ്. ഞാൻ ഒരിക്കലും കള്ളം പറയുകയല്ല. ഇത് യഥാർത്ഥ സത്യമാണ്. അതിൽ നമ്മൾ വേരൂന്നി, അതിൽ നമ്മൾ നമ്മൾ പറയുന്നത് കേട്ടനുസരിച്ച്. ഇപ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് വള്ളിപുള്ളി തെറ്റാതെ നടന്നുകൊണ്ടിരിക്കുക. കർത്താവ് ഒരിക്കലായി ഇവിടെ വന്നു, മാനവജാതികളുടെ പാപങ്ങൾക്ക് വേണ്ടി
ക്രൂശിയാഗമായി. എന്നാൽ ഇനിയും കർത്താവ് നമ്മളെ ചേർക്കാൻ വരുന്നത് അവനെ കാത്തിരുന്ന് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരും വിശുദ്ധമായി ജീവിക്കുന്നവരെ കൊണ്ടുപോകാനാ ഇനി വരുന്നത്. നോക്കണമേ, ഈ ലോകത്തിന്റെ പോക്ക് നോക്കണമേ. കാലം മാറി, കാലാവസ്ഥ മാറി, മനുഷ്യൻ മൃഗങ്ങൾക്ക് തുല്യമായി. മൃഗവേദ സത്യം പറയാൻ മൃഗങ്ങൾക്കാണ് ഇന്ന് വകുതിരും. അല്ലെങ്കിൽ ഇത്രത്തോളം വിദ്യാഭ്യാസവും എല്ലാ ഹാലേലിയ ഉള്ള ഈ നാട്ടിൽ എന്തെല്ലാമാണ് നടക്കുന്നത്. മക്കള് അമ്മമാരെ കൊല്ലുന്നു, മാതാപിതാക്കളെ കൊല്ലുന്നു, മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു. വല്ലാത്തൊരു ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഏത് നിമിഷം ഈ ലോകത്തിൽ എന്ത് സംഭവിക്കാം. പ്രിയരെ, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വെളിപ്പാട് കാണുവാനിടയായി തീർന്നു. വീണ്ടും വെള്ളപ്പൊക്കം വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി പോകുന്ന ഒരു വെളിപ്പാട് കഴിഞ്ഞ ദിവസം എന്നെ ദൈവാത്മാവ് കാണിക്കാനിടയായിട്ട്. പ്രിയരെ, അതുകൊണ്ട് അത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിവിടെ പറഞ്ഞത്. പ്രിയരെ, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബവും തലമുറയായി നാം രക്ഷിക്കപ്പെടുവാനിടയായി. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് യഥാർത്ഥ സത്യമാണ്. നിങ്ങൾ യഥാർത്ഥ സത്യത്തിൽ ഹല്ലേലൂയ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു പറഞ്ഞ കർത്താവിൽ വിശ്വസിക്കുക. ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധിയുണ്ട്. മരിക്കുമെന്നുള്ളത് സത്യമാണ്, പിന്നെ ന്യായവിധിയുണ്ട്. ഈ ലോകത്തിൽ ചെയ്ത പാപങ്ങൾക്ക് നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്യിൽ തള്ളി. അതുകൊണ്ട് തീപ്പൊയ്ക ആ നരകമാണ്. അതിൽ പോകാതെ സ്വർഗത്തിൽ ദൈവത്തോടുകൂടി വാഴുവാൻ പ്രിയരെ, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്നും എന്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഹല്ലേലൂയ ജോയിസ് ടിവിക്ക് വേണ്ടി ഹല്ലേലൂയ കഥാന ശ്രേഷ്ഠദാസിക്കും കുടുംബത്തിനും ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്തുനാമത്തിൽ വീണ്ടും നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ ഇരിക്കുന്നു. ദൈവം ധാരാളമായി. ആമേൻ. ഓക്കെ സിസ്റ്റർ, 2-3 പാട്ടുകൾ എഴുതിയെന്ന് പറഞ്ഞല്ലോ സിസ്റ്റർ. ഓക്കെ, ഓക്കെ. ഒരു പാട്ട് ജയിലിൽ വെച്ചപ്പം പാടിയ പാട്ട് ജയിലിൽ വെച്ച് എഴുതാന്ന് പറഞ്ഞു. ഓക്കെ, വേറെ ഒരു പാട്ടും കൂടെ എഴുതിയല്ലോ. അത് ഏത് സാഹചര്യത്തിലാണ്? ആ പാട്ടും കൂടെ ഒന്ന് കുറച്ച് പാടിയാല് നമുക്ക് കേൾക്കാൻ കഴിയും. തീർച്ചയായിട്ടും പാടാം. അല്ല, എനിക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കഷ്ടങ്ങൾ, കുറെ നാളുകള് തിരമാലകൾ പോലെ കഷ്ടങ്ങൾ. അതെന്താണെന്ന് അറിയാമോ? ഞാൻ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ലായിരുന്നു ദൈവവേലയ്ക്ക്. എന്നെ സുശേഷ വേലയ്ക്ക് ദൈവം കണ്ടതാ. അനേകരോട് സുശേഷം പറയാനും ഈ ശുശ്രൂഷയ്ക്കൊക്കെ കണ്ട, പക്ഷെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ലായിരുന്നു. ഞാൻ പറയൂ, ഇങ്ങനെ അങ്ങ് പോയാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥനയ്ക്ക് പോയാൽ മതി. ഇങ്ങനെ പറഞ്ഞു വന്നപ്പം തിരമാലകൾ പോലെ പ്രശ്നം ഇങ്ങോട്ട് കൊണ്ടു തന്നു. അതെ പ്രിയരെ, നിങ്ങൾക്കും കൂടെ ഉള്ള ഒരു ആത്മീയ വർദ്ധനയ്ക്ക് ഞാൻ പറയുക. ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ട്. ദൈവവേലയ്ക്കായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ദേവദാസന്മാരിൽ കൂടോ അല്ലെങ്കിൽ വചനങ്ങളിൽ കൂടോ ദൈവിക ആലോചനകളിൽ കൂടോ നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും ഏറ്റെടുക്കുകയും അത് അനുസരണത്തോടെ കൈക്കൊള്ളുകയും ചെയ്യണം. ഇല്ല എങ്കിൽ കർത്താവിന്റെ കൈ കിട്ടുന്നവരെ ദൈവം നമ്മളെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുമെന്നുള്ളത് അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത്. അതുപോലെ നമുക്ക് എന്ത് ദൈവത്തിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ ദൈവദാസന്മാരിൽ കൂടെയോ സ്വർഗീയ എന്തെങ്കിലും ദർശനങ്ങളോ വെളിപ്പാടുകളോ ദൈവിക ആലോചനകളോ പറഞ്ഞാൽ അതിനു മുമ്പാകെ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് കീഴടങ്ങി പ്രാർത്ഥിച്ചില്ല എങ്കിൽ അത് തൊട്ടടുത്ത് തന്നെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. ഒത്തിരി അനുഭവങ്ങൾ, എനിക്ക് 2-3 അനുഭവങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് ഈ പാട്ട് പാടുന്ന സാധനം പറയാം. അല്ലെങ്കിൽ ഈ പാട്ട് ഞാൻ എഴുതാൻ കാര്യം ഇതുപോലെ തിരമാലകൾ പോലെ പ്രശ്നം വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും എനിക്ക് ഗാനമായിട്ട് തന്ന പാട്ടാണ് ഈ പാടാം. സ്തോത്രം. അഴലിന്റെ ദിനങ്ങളിൽ ഞാൻ കാണുന്നു അലിവാർന്ന നിൻമുഖ ശോഭ, അകരുന്നു മാനസത്തിൽ കുളിർമഴ തൂകുന്ന സ്നേഹാർദ്രധാര. അഴലിന്റെ ദിനങ്ങളിൽ ഞാൻ കാണുന്നു അലിവാർന്ന നിൻമുഖ ശോഭ, പകരുന്ന മാനസത്തിൽ കുളിർമഴ തൂകും സ്നേഹാർദ്രധാര. എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും ഈ സ്നേഹം മായില്ല, ഒരു നാളും മറയുകില്ല. എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും ഈ സ്നേഹം മായില്ല, ഒരു നാളും
പുത്രനാക്കിയ സ്നേഹം മറ്റാർക്കുമേകാൻ കഴിയാത്ത സ്നേഹം. ഭാവിയെ പുത്രനാക്കിയ സ്നേഹം മറ്റാർക്കുമേകാൻ കഴിയാത്ത സ്നേഹം. അഴലിന്റെ ദിനങ്ങളിൽ ഞാൻ കാണുന്നു അലിവാർന്ന നിൻമുഖ ശോഭ. എത്ര യുഗങ്ങൾ തേനിലും മധുരമാ നിൻ വചനമെന്നിൽ ആനന്ദ ബാഷ്പം തൂകിടുന്നു. തേനിലും മധുരമാ നിൻ വചനമെന്നിൽ ആനന്ദ ബാഷ്പം തൂകിടുന്നു. അഴലിന്റെ ദിനങ്ങളിൽ ഞാൻ കാണുന്നു അലിവാർന്ന നിൻമുഖ ശോഭ. ബാക്കി ഭാഗം മറന്നുപോയി ബാക്കി സ്റ്റെപ്പ്. ഈ ലോക ജീവിത കഷ്ടം എങ്ങനെ? അത് ഇപ്പൊ ഞാൻ ആദ്യം ഒരു പാടണം അതോ കട്ട് ചെയ്യണം? വേണ്ട സിസ്റ്റർ. ഓക്കെ പാടട്ടെ. ഈ ലോക ജീവിത കഷ്ടങ്ങളിൽ നാഥൻ പിരിയാത്ത ബന്ധമായി കൂടിരിക്കും. ഈ ലോക ജീവിത കഷ്ടങ്ങളിൽ നാഥൻ പിരിയാത്ത ബന്ധമായി കൂടിരിക്കും. ഈ ദേഹം മണ്ണിൽ അലിഞ്ഞുവെന്നാകിലും വിൻ ശരീരത്താ ഉയർപ്പിക്കുമേ. ഈ ദേഹം മണ്ണിൽ അലിഞ്ഞുവെന്നാകിലും വിൻ ശരീരത്താ ഉയർപ്പിക്കുമേ. അഴലിന്റെ ദിനങ്ങളിൽ ഞാൻ കാണുന്നു അലിവാർന്ന നിൻമുഖ ശോഭ. അകരുന്ന മാനസത്തിൻ കുളിർമഴ തൂകും സ്നേഹാർദ്രധാര. തേനിലും മധുരമാ നിൻ വചനമെന്നിൽ ആനന്ദ ബാഷ്പം തൂകിടുന്നു. തേനിലും മധുരമാ നിൻ വചനമെന്നിൽ ആനന്ദ ബാഷ്പം തൂകിടുന്നു. ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്റർ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. നന്നായിട്ട് പാട്ട് പാടുവാനുള്ള ഒരു കഴിവ് കർത്താവിൻ്റെ ദാസിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഓക്കെ, അത് ഉപയോഗിക്കുക, പാട്ട് എഴുതുക. അതെ, ഓക്കെ. നമുക്ക് കർത്താവ് തരുന്ന ദാനങ്ങളാണല്ലോ അതെല്ലാം. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി വിനിയോഗിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കണം. യെസ്. കർത്താവേ, സ്തോത്രം കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ജോയ്സ് ടിവിയിലൂടെ കർത്താവിന്റെ ശ്രേഷ്ഠദാസിയെ അതിനെ പരിചയപ്പെടുവാനും കർത്താവെ എനിക്ക് സാക്ഷ്യം പറയാൻ ഒരു അവസരവും ദൈവമേ നിന്റെ കുഞ്ഞുങ്ങളിലൂടെ ലഭിച്ച വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ കർത്താവെ ജോയ്സ് ടിവിയുടെ പ്രവർത്തനങ്ങളെയും കർത്താവിന്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും കരങ്ങൾ സമർപ്പിക്കുകയാണ്. ഇനി അധികമായി കർത്താവെ പ്രയോജനപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ കൃപാവരങ്ങള് കർത്താവെ എല്ലാം ജ്വലിച്ചു പ്രകാശിക്കുവാൻ കർത്താവെ നിന്റെ മകളെയും കുടുംബത്തെയും സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതേ രീതിയിൽ പാർട്ടിസിപ്പൻസ് ആയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളായി എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും കുടുംബത്തെയും അങ്ങനത്തെ തരത്തിൽ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. അപ്പ എന്തെങ്കിലും കുറവുകൾ തെറ്റുകൾ കർത്താവെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പ ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും ഈ ഹാലൻ ജോയ്സ് ടിവി ഹാലന്റെ പ്രവർത്തനങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും യേശുക്രിസ്തുവിന്റെയും അധികാരമുള്ള നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ, ഓക്കെ സിസ്റ്റർ, താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ.